ദൈവത്തിന് കോടാകോടി സ്തോത്രം. ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സുവിശേഷ മഹായോഗത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ, ഒരു മിഷണറിയായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ ഈ നല്ല സമയത്തെ ഓർത്ത്, അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് ആധ്യക്ഷം വഹിച്ചിരിക്കുന്ന ബഹുമാനമുള്ള അച്ഛൻ, അതോടൊപ്പം വേദിയിലായിരിക്കുന്ന മറ്റ് എല്ലാ ബഹുവന്യരായ അച്ഛന്മാരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. എന്നെ ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിച്ച PC മാത്തുക്കുട്ടി അച്ഛൻ, ഞങ്ങൾക്കൊരുമിച്ച് വൈദിക പഠനത്തിലായിരിക്കാൻ ദൈവം തന്ന ആ നല്ല നാളുകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഒരുപാട് അച്ഛന്മാർ, ഈസ്റ്റ് കേരളയിലുള്ള ഒരുപാട് അച്ഛന്മാർ ഇന്ന് വേദിയിലും സദസ്സിലുമൊക്കെ ഇരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളവരുണ്ട്, സ്നേഹിതരുണ്ട്. എല്ലാവരെയും ഞാൻ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. കർത്താവാണ് ഇന്ന് നമ്മെ എല്ലാവരെയും ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഹല്ലേലൂയ. ദൈവത്തിന് ഇന്ന് നമ്മെ ഓരോരുത്തരെയും കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. അത് ബാക്കി എന്തുവാ? നടന്നിട്ടേ പോകാവൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം. വളരെ മനോഹരമായി പാടുന്ന കൊയറംഗങ്ങൾ, നേതൃത്വം നൽകുന്ന അച്ഛൻ, ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കൺവെൻഷൻ്റെ പ്രാരംഭ ആലോചന മുതൽ ഇതിൻ്റെ സമാപ്തി വരെയും ഇന്നുവരെയും ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാവർക്കായും ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഒരു മിക്സഡ് ഗ്രൂപ്പാണ് ഇന്ന് നമ്മുടെ മധ്യയായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കുഞ്ഞുങ്ങൾ മുതൽ നമ്മുടെ ബിഗിനിങ് മുതൽ എൻഡ് വരെ ആ ഒരു സ്റ്റേജിലുള്ള ഡിഫറെൻറ്റ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ. അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു മിഷണറി ആയതുകൊണ്ട് ഞാൻ എവിടെ പോയി മെസ്സേജ് പറയുമ്പോഴും മിഷൻ ബേസ്ഡ് മെസ്സേജാണ് എനിക്ക് പറയാൻ ഇഷ്ടം. എൻ്റെ ജീവിതത്തിലൂടെ അതേ ഉള്ളൂ താനും പറയാൻ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു മിഷണറി എന്നുള്ള നിലയിൽ പറയുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടവും. ദൈവം എന്നെ നടത്തിയ വിധങ്ങൾ, ഇന്ന് ഞാൻ ഇങ്ങനെ ഇവിടെ ഈ കാസക്കൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. വേദപുസ്തകത്തിൽ നമ്മൾ പറയും, വചനത്തിലൂടെയൊക്കെ കേൾക്കും, അസാധ്യമായതിനെ ദൈവം സാധ്യമാക്കും. അത് അനുഭവിച്ചറിഞ്ഞയാളാണ് ഞാൻ. അത് വെറുതെ നമ്മൾ പറഞ്ഞു പോകുന്നതല്ല, അത് ശരിക്കും സത്യമാണ്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ആഴം മനസ്സിലാക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങളെല്ലാവരും കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്, എൻ്റെ കുടുംബം നിൽക്കുന്നത്, എൻ്റെ മക്കൾ നിൽക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ്. അതുകൊണ്ട് ഇനിയുള്ള കുറച്ച് സമയങ്ങൾ ഞാൻ കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഞാനത് മുമ്പോട്ട് പറയണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് തീരുമാനിക്കും. അതനുസരിച്ച് ഞാൻ നിങ്ങളോട് പറയും. പിന്നെ ഒരു പക്ഷേ നേരത്തെ നിർത്തിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, താമസിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സിമ്പൽ തന്നാൽ മതി, ഞാൻ അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തോളും. അപ്പോൾ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആരംഭിക്കാം. യൂത്ത് മീറ്റ് എന്ന് പറയാം, സൺഡേ സ്കൂൾ മീറ്റ് എന്ന് പറയാം, പാരൻസ് മീറ്റ് എന്ന് പറയാം, ടീനേജ് മീറ്റ് എന്ന് പറയാം, എന്ത് വേണമെങ്കിലും ഈ ഒരു ഗ്രൂപ്പിനെ നമുക്ക് വിളിക്കാം. എത്ര പേരാണ് ഇന്ന് സ്വന്തം ഇഷ്ടത്തോടെ ഇവിടെ വന്നിട്ടുള്ളത്? ഞാൻ പിള്ളേരോട്, ടീനേജ് ആൻഡ് യൂത്ത്, അവരോടാണ്. അമ്മമാരും നമ്മൾ മാതാപിതാക്കൾ സ്വന്തം ഇഷ്ടത്തോടെയാണ് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നിർബന്ധത്തോടെ അപ്പനോ അമ്മയോ പള്ളിയിൽ അച്ഛനോ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് എന്ന് ആരുടെയെങ്കിലും മനസ്സിൽ ചിന്തയുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് മക്കളെ നിങ്ങൾ കൈപോക്ക്. എൻ്റെ കർത്താവേ, ആരുമില്ല? ഓക്കെ, വെരി ഗുഡ്. ഉണ്ടെങ്കിലും കൈപൊക്കത്തില്ല, എനിക്കറിയാം നിങ്ങൾ. അപ്പോൾ പല തരത്തിൽ നമ്മൾ വന്നവരുണ്ട്. ഇന്നൊരു ശനിയാഴ്ചയാണ്, ഒരു വീക്കെൻഡാണ്, എന്തേലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ്
കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ അച്ഛൻ്റെ അനൗൺസ്മെൻറ്റ്, ഇന്ന് കൺവെൻഷൻ ഉണ്ടായിരിക്കും, എല്ലാവരും കുടുംബമായിട്ട് വരണം. അത് കേട്ട അപ്പനും അമ്മയ്ക്കും മനസ്സിലൊരു നമ്മുടെ ഭാഷ ഒരു വെപ്രാളം, ഒരു ആവലാതിയാണ്. നമ്മൾ മാത്രം പോയാൽ പോരാ, കുടുംബത്തോടെ പോകണം എന്നുള്ളൊരു ആശങ്ക. അതിൻ്റെ വെളിച്ചത്തിൽ ഇന്നലെയൊക്കെ ആയിരിക്കും മക്കളോടൊക്കെ പറയുന്നത്. അപ്പം നമ്മുടെ പിള്ളേർ വീക്കെൻഡിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എൻജോയ് ചെയ്യാനോ നെറ്റ്ഫ്ലിക്സിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാനോ ഒരു ഫിലിം കാണാനോ കുറച്ച് ഗെയിം കളിക്കാനോ ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് നമ്മളോട് ഇങ്ങനെ ഒരു അഡ്വൈസ് വീട്ടിൽ നിന്ന് വരുന്നത്, മക്കളെ നാളെ നമുക്ക് പോകണം എന്ന് പറയുന്നത്. ചിലരാണെങ്കിൽ എതിർക്കും. കാരണം എനിക്കും 2 പിള്ളേരുണ്ട്. അപ്പോൾ പിള്ളേരുടെ ഒരു രീതി എനിക്ക് കുറച്ചൊക്കെ അറിയാം. ചിലരാണെങ്കിൽ എതിർക്കും, സത്യസന്ധമായിട്ട് പറ്റത്തില്ല എന്നങ്ങ് പറയും. ചിലപ്പോൾ പിന്നെ വരും. ചിലരാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ വേറെ ചിന്തകളോടെ വന്നിരിക്കും. അപ്പോൾ ഇങ്ങനെ പല തരത്തിൽ ഉള്ള ഒരു വിഭാഗമാണ്. പക്ഷെ ഒരൊറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ, ഇന്ന് നിങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന സമയം നിങ്ങളുടെ ലൈഫിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്. ഇതിന് റിട്ടേൺസ് ധാരാളം ഉണ്ട്. ഹല്ലേലൂയ. ഇതിന് ഒരുപാട് റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടും. ATM മെഷീനകത്ത് പോയി നമ്മുടെ കാർഡ് ഇട്ടിട്ട് സംഗതിയൊക്കെ ടൈപ്പ് ചെയ്ത് ഇങ്ങോട്ട് വരണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ അക്കൗണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ ATM മെഷീനിൽ ഇപ്പോൾ എത്ര കാർഡ് ഇട്ടാലും എത്ര ഉരച്ചാലും നമുക്കൊന്നും റിട്ടേൺ കിട്ടത്തില്ല. റിട്ടേൺ വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. സോ ഇന്നത്തെ നിങ്ങളുടെ ഈ ഒരു ഗെറ്റ് ടുഗദർ, ഒരു ഫെലോഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്. അതിന് കൃത്യമായിട്ടും റിട്ടേൺ കിട്ടും. അങ്ങനെ റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരുപക്ഷെ നിർബന്ധത്താൽ വന്നവർ കാണും, ഇഷ്ടത്തോടെ വന്നവർ കാണും. എങ്ങനെ വന്നവരായിരുന്നാലും ശരി തന്നെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടത്തോടെയോ ഇഷ്ടമല്ലാതെയോ ഇവിടെ വന്നിരിക്കുന്നത് അതൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ ആയിരിക്കുക. ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു സമയമാണ്, ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ, ഞാനിന്ന് 3 സെഷനിൽ നിങ്ങളോട് സംസാരിക്കും. ഇന്ന് ഇവിടെ നിന്ന് നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു തീരുമാനത്തോടെ നമ്മൾ കടന്നു പോകണം. നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുവാൻ ദൈവം തരുന്ന ഒരു വിലയേറിയ സമയമാണ് ഇത്. സാധാരണ ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് നിങ്ങൾ വന്നിട്ടുള്ളത്, ഒരുപാട് ചിലവഴിച്ചാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടെ ഇന്ന് വന്നിരിക്കുന്നതിന് ഒരു പ്രയോജനം എനിക്ക് വേണം എന്ന് ഉള്ളിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ ഈ മീറ്റിങ്ങിലൂടെ എനിക്കൊരു നന്മ വേണം, ഒരു അനുഗ്രഹം വേണം എന്ന് നമ്മൾ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. നമുക്ക് ആരംഭിക്കാം. നമുക്കെല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം, നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. അവൻ നമ്മെ നടത്തുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെല്ലാവരെയും സമർപ്പിക്കാം. ഹല്ലേലൂയ. എൻ്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം, ലോകസ്നേഹം തേടുകില്ല, ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. കരുണയുള്ള ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് കൃപ ചെയ്യണമേ. ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഇവിടം വിട്ട് കടന്നു പോകുവാൻ ദൈവം കൃപ ചെയ്യണമേ. അടിയനും അങ്ങേക്കുള്ളതാണ്, ഈ മക്കളും അങ്ങേക്കുള്ളതാണ്. ഞങ്ങളോടെല്ലാവരോടും അങ്ങ് സംസാരിക്കണമേ. അങ്ങ് ഞങ്ങളെ തൊടണമേ, അങ്ങ് ഞങ്ങളെ ആശീർവദിക്കണമേ. ഈ കൺവെൻഷൻ യോഗം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് അവസാനത്തെ സെഷനിലാണ് എൻ്റെ സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ
കുറേശ്ശൊക്കെ ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ലാസ്റ്റിൽ ഞാൻ സാക്ഷ്യം പറയും. ഇന്ന് 5 വാക്കുകളാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ടുള്ളത്. 5 പ്രധാനപ്പെട്ട വാക്കുകൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുമുള്ള 5 വാക്കുകളാണ്. ഒന്ന്, സെൽഫ് ഡിസിപ്ലിൻ. ഒന്ന് പറഞ്ഞേ മക്കളെ, ഉറക്കെ പറഞ്ഞേ. എനിക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങി വരണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ ഈ ഒരു ഹൈറ്റ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വരാൻ പറ്റുന്നില്ല. ഓക്കെ, സെൽഫ് ഡിസിപ്ലിൻ ഒന്നാമത്തെ വാക്ക്. രണ്ടാമത്തത്, ലവ് യുവേഴ്സ് ഫസ്റ്റ്. നീ നിന്നെ തന്നെ സ്നേഹിക്കുക. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കണം. മൂന്നാമത്തത്, ഡു സംതിങ് ഫോർ ക്രൈസ്റ്റ്. യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. നാലാമത്തത്, സെൽഫ് ഡിറ്റർമിനേഷൻ. അവസാനം, സെൽഫ് സബ്മിഷൻ. ഈ 5 വാക്കുകളാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കേൾക്കുകയും എപ്പോഴും സംഭവിക്കുകയും ചെയ്യുന്ന സാധ്യതയുള്ള 5 വാക്കുകളാണ് ഇന്ന് ഞാനിവിടെ ഇപ്പോൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് മുതൽ നമുക്കൊരു വ്യത്യാസം നമുക്ക് വേണം. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു മിഷണറി ആകും എന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. എൻ്റെ സെമിനാരി പഠനകാലത്ത്, എൻ്റെ യൗവനകാലത്ത് ഒരിക്കലും ഞാനൊരു മിഷണറിയായി പോകും എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ യാദൃച്ഛികമായി ഒരു ഫീൽഡ് സന്ദർശിക്കുവാൻ പോയ എന്നെ ദൈവം ഒരു മിഷണറിയാക്കി മാറ്റി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഒരിക്കൽ പോലും ചിന്തിക്കാതിരുന്ന എന്നെ ഒരു പൂർണ്ണസമയ മിഷണറിയായി ദൈവം മാറ്റിയെങ്കിൽ, ഇഷ്ടമില്ലാതെയോ ഇഷ്ടത്തോടെയോ വന്നിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് നനയ്ക്കുന്നതിനും അപ്പുറമായ നന്മകളെ നൽകുവാൻ കഴിവുള്ള ദൈവം ഇന്ന് നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിച്ചു കൊടുത്താൽ, ആ ദൈവത്തിൽ നാം പൂർണ്ണമായിട്ട് വിനയപ്പെടുത്തി കൊടുത്താൽ, ഇന്ന് നമ്മുടെ ജീവിതത്തിലും ദൈവം വലിയ നന്മകളെ നൽകിയേ ഇവിടെ നിന്ന് പറഞ്ഞേക്കത്തുള്ളൂ. വലിയ നന്മകളെ നൽകിയേ പറഞ്ഞേക്കത്തുള്ളൂ. വേദപുസ്തകം പറയുന്ന അങ്ങനെയാണ്, വരണ്ട നിലങ്ങളെ തണ്ണീർപ്പാടങ്ങളാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഉണങ്ങിയ നിലങ്ങളെ അതിൽ ഫലപുഷ്ടിയുള്ളതാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, തകർന്നു കിടന്ന അസ്ഥികഷ്ണങ്ങളെ ഒരു വലിയ സൈന്യമാക്കി എഴുന്നേറ്റ് നിർത്തിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ മധ്യയുമുണ്ട്. ദൈവത്തിനൊരിക്കലും ആവശ്യമുള്ളത് ഉണങ്ങിയ നിലങ്ങളെയോ തകർന്ന അസ്ഥികഷ്ണങ്ങളെയോ അല്ല, വിളവുള്ളതിനെയാണ്, ഉറച്ചു നിൽക്കുന്ന വലിയ സൈന്യത്തെയാണ്. തകർന്നു കിടക്കുന്നതിനെ അല്ല, പക്ഷേ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു വലിയ സൈന്യത്തെയാണ് ദൈവത്തിന് ആവശ്യം. എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്, ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ശ്രവിക്കുന്ന ഈ മക്കളിൽ നിന്നും മിഷണറിമാരെ ദൈവം നൽകുവാനായി പോകുന്നു. ഹല്ലേലൂയ. ദൈവം മിഷണറിമാരെ നൽകുവാനായി പോകുന്നു. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥനയോടെ ആയിരിക്കുക. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് സെൽഫ് ഡിസിപ്ലിൻ ആണ്, സ്വയ അച്ചടക്കം. വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഒന്നാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ദാനിയേലിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, അവിടെ സുമുഖനായ, കഴിവുള്ള, വളരെ കാര്യശേഷി പ്രാപ്തിയുള്ള ഒരു യുവാവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പല യുവാക്കളെയും ഉണ്ട് അവിടെ. ആ വേദപുസ്തകം ആ പുസ്തകം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ ഒരു 4-അംഗ ദൈവസഭയുടെ വിശ്വാസത്തിൻ്റെ പ്രവർത്തികളെയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ശദ്രക്, മേശക്, അബേദ്നെഗോ പ്ലസ് ദാനിയേൽ. 4-അംഗ വിശ്വാസ ദൈവസഭയുടെ ഒരു വലിയ പ്രവർത്തനങ്ങളെയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 2-ാമത്തെ വാക്യം, 6-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, രാജാവിന് ദാനിയേലിനോട് ഇഷ്ടം തോന്നി. രാജാവ് ദാനിയേലിനോട് ഇഷ്ടം തോന്നി. അവന് വലിയ അധികാരങ്ങൾ നൽകുന്നതായി കാണുവാനായിട്ട് കഴിയുന്നു. അവനെപ്പറ്റി പറയുന്നത് ഉത്കൃഷ്ട മാനസൻ എന്നുള്ളതാണ്. വീണ്ടും വായിക്കുമ്പോൾ, ആ അധ്യായങ്ങൾ വായിക്കുമ്പോൾ, വിശ്വസ്തൻ, ഫെയ്ത്ത്ഫുൾ, ദൈവം സാമർഥ്യം കൊടുത്തു എന്നാണ് 1-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്. ദൈവം സാമർഥ്യം കൊടുത്ത, ദൈവം കഴിവ് കൊടുത്ത ഒരു യുവാവിനെ പറ്റിയാണ് ഈ സെൽഫ് ഡിസിപ്ലിൻ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ
ഈ ദാനിയേൽ എടുക്കുന്ന, അല്ലെങ്കിൽ ശദ്രക് മേശക് അബേദ്നെഗോ എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ്, ഞാൻ എന്നെ തന്നെ, അത് പറയാമോ ബാക്കി, അശുദ്ധനാക്കിയില്ല. ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കിയില്ല. രാജാവ്, നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ, അവൻ ഹൃദയത്തിൽ നിന്നും, ഹൃദയം കൊണ്ട് നിശ്ചയിച്ചു, ഹൃദയത്തിൽ നിന്നും തീരുമാനിച്ചു എന്നാണ്. ഡിസിഷൻ ഫ്രം ദ ഹാർട്ട്, ഹൃദയത്തിൽ നിന്നുള്ള തീരുമാനമാണ്. നമ്മളവിടെ ചിന്തിക്കുമ്പോൾ അവനെ അടിമയായി പിടിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്ത് കൊണ്ടുവരുന്നു, വീട് മാറുന്നു, നാട് മാറുന്നു, സാഹചര്യം മാറുന്നു, ചുറ്റുപാട് മാറുന്നു. ഒരുപാട് വ്യത്യസ്തതകളുടെ, പ്രതികൂലങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ അവൻ ചിലത് തീരുമാനിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച് ദാനിയേലിനോട് പറഞ്ഞില്ല, എടോ നീ അവിടെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോകുമ്പോൾ വലിയ ഭക്ഷണങ്ങൾ കിട്ടും, വീഞ്ഞ് കിട്ടും, മദ്യം കിട്ടും, മറ്റു ഒരുപാട് വിഭവങ്ങൾ കിട്ടും, അതൊന്നും ഭക്ഷിക്കരുതെന്ന് പറഞ്ഞതായി നമുക്ക് വേദപുസ്തകത്തിൽ കാണുന്നില്ല. ഇനി അടിമയായി പിടിച്ചുകൊണ്ട് മറ്റൊരു ദേശത്തേക്ക് പോയപ്പോൾ അപ്പനോ അമ്മയോ വേണ്ടപ്പെട്ടവരോ പറഞ്ഞയച്ചതായിട്ടും കാണുന്നില്ല. മക്കളെ, നീ ഇന്ന് മുതൽ മറ്റൊരു സ്ഥലത്താണ് നമ്മൾ ഹോസ്റ്റലിലൊക്കെ പിള്ളേർ പോകുമ്പോൾ പറഞ്ഞയക്കുന്നു ചില കാര്യങ്ങളുണ്ടല്ലോ, അല്ലയോ? പറഞ്ഞയക്കത്തില്ലയോ? പറഞ്ഞയക്കും. ഓക്കെ. ഹോസ്റ്റലിൽ പോകുമ്പോൾ, എൻ്റെ 2 മക്കൾ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോൾ മക്കളോടിങ്ങനെ പറഞ്ഞയക്കും, മക്കളെ നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ നീ മറ്റൊരു സാഹചര്യത്തിലാണ്, ഒരുപാട് കൂട്ടുകാർ കിട്ടും, ഇന്നത് ചെയ്യരുത്, ഇന്നത്, കുറേ നോകളുടെ ഒരു ലിസ്റ്റ് അവർക്ക് കൊടുത്തു വിടും. ഇവിടെ അങ്ങനെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. സ്വപ്നത്തിലും ദൈവം അവനോട് പറഞ്ഞില്ല, പക്ഷെ അവൻ സ്വയമായിട്ട് എടുത്ത ഒരു തീരുമാനം, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു സ്വയ അച്ചടക്കം അഥവാ തീരുമാനം അവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചു. നാമും നമ്മുടെ ജീവിതത്തിൽ ഏത് അവസ്ഥയിലായിക്കൊള്ളട്ടെ, അനുകൂല അവസ്ഥയിലായിക്കൊള്ളട്ടെ, പ്രതികൂല അവസ്ഥയിലായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനത്തിനാണ് പ്രധാനം. 2003 ഞാൻ മിഷൻ ഫീൽഡിൽ മിഷണറി ആയിട്ട് ഞാൻ പറഞ്ഞില്ല, ഒരിക്കലും പോകുമെന്ന് ആഗ്രഹിച്ച ആളല്ല. എട്ടൂർ നഗരത്ത് ആന്ധ്രയിൽ പോയി കണ്ണായികൂടം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോകണമെങ്കിൽ 6 നദികൾ കടക്കണം. അപ്പോൾ ഇതിലെ ഏട്ടൂർ എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. അവിടെ പോയി ഞങ്ങളൊരു വാനിലാണ് പോകുന്നത്. ആ ഏട്ടൂർ, ആ നദി എന്ന് പറയുന്ന ഈ ഗ്രൗണ്ടിനേക്കാളും ഒരു ഇരട്ടിയുടെ വീതിയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പകുതിയിലെത്തിയപ്പോൾ ഞങ്ങൾ പോയ വാഹനം അവിടെ ചെളിയിൽ അങ്ങ് താണുപോയി. അതിൻ്റെ ടയർ ഏകദേശം ഒരു 1/4 ഭാഗവും താണു. ഞങ്ങളുടെ കൂടെ വന്ന അന്നത്തെ തെലുങ്കനായ ഡ്രൈവർ നന്നായിട്ട് പരിശ്രമിച്ചു, വണ്ടി അനങ്ങുന്നില്ല, വീണ്ടും താഴ്ന്നുകൊണ്ട് പോവുകയാണ്. ഞങ്ങളുടെ മിഷൻ ഡയറക്ടർ പിൻസമ്പന്നച്ചൻ, ഒരുപാട് അച്ഛന്മാരുണ്ട്, ഞങ്ങളൊക്കെ കുഞ്ഞു പയ്യന്മാരാണ് അപ്പോൾ ഞങ്ങളൊക്കെ ഇറങ്ങി ഇങ്ങനെ തള്ളിക്കൊടുക്കുകയാണ്. തള്ളിയിട്ട് ഒരു അനക്കവും പറ്റുന്നില്ല. 9 മണിക്ക് ഞങ്ങൾ ആ ചെളിയിൽ ഇറങ്ങിയതാണ്. 12:30 വരെ അവിടെ നിന്ന് നന്നായിട്ട് നോക്കി, ഒരു രക്ഷയില്ല. അവസാനം ഞങ്ങൾ ചെയ്ത എല്ലാവരും കൂടെ വെളിയിലിറങ്ങി, ഡ്രൈവറിനെ മാത്രം ഇരുത്തിയിട്ട്, ഞങ്ങളുടെ കൂടെ വന്ന ഒരു നല്ലൊരു ഡ്രൈവറിനെ, അദ്ദേഹത്തിനെ ഇരുത്തിയിട്ട് ഞങ്ങളെല്ലാവരും വെളിയിലിറങ്ങി. അങ്കിയിട്ട അച്ഛന്മാരും എല്ലാവരും വെളിയിലിറങ്ങി 4 വശവും വണ്ടിയിൽ പിടിച്ച്. എനിക്കിപ്പോഴൊക്കെ ഓർമ്മയുണ്ടത്, വണ്ടിയുടെ ബോഡിയിൽ ഇങ്ങനെ കുരിശു വരഞ്ഞ് അങ്ങ് പ്രാർത്ഥിച്ചിട്ട് അവരിങ്ങനെ എല്ലാവരും കൂടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞിങ്ങനെ കൈവച്ചു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, എങ്ങനെയാണ് വണ്ടി പോയി അപ്പുറത്തെ കരയിൽ നിന്നതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഒരു വലിയ അത്ഭുതം അവിടെ സംഭവിച്ചു. ഏകദേശം 3 മണിക്കൂർ ലേറ്റായി. ഞങ്ങൾ കണ്ണായികൂടത്ത് വീണ്ടും ഏകദേശം 60 കിലോമീറ്റർ യാത്ര ചെയ്ത് വീണ്ടും കണ്ണായികൂടത്തെത്തി. അവിടെ എത്തിയപ്പോൾ ഒരുപാട് ലേറ്റായി. 9 മണിക്ക് നമ്മൾ പോകുമെന്ന് പറഞ്ഞിരുന്നത് ഏകദേശം 2:30-3 മണിയോളമായി. പക്ഷെ അവിടെ പോയപ്പോൾ ഒരു 3-4 വിശ്വാസികൾ, ഡോലക് എന്ന് പറയുന്ന, ഇപ്പോൾ ലീസൺ ജോസഫ് അച്ഛനൊക്കെ അറിയാം, മിഷൻ ഫീൽഡിൽ നമ്മുടെ മിഷണറിമാർക്കൊക്കെ അറിയാം, നോർത്ത് ഇന്ത്യയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നോർത്ത് ഇന്ത്യ, സൗത്ത്, ഡോലക് എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ ഇത് മാത്രം ഇങ്ങനെ അടിച്ച് 2-3 പേരിരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ ഞങ്ങൾ അന്വേഷിച്ചു, ഭയങ്കര ആശ്ചര്യമായിപ്പോയി. വെറും 2-3 പേരിരുന്ന് പാടുകയാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ മിഷണറിയോട് ഞങ്ങൾ ചോദിച്ചു, എന്തുവാണ് ഇവരിങ്ങനെ ഇത്രയും ലേറ്റായിട്ട് ഇരിക്കുന്നത്? അപ്പോൾ അച്ഛൻ പറഞ്ഞ, അവിടുത്തെ മിഷണറി അന്ന് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിദൂരത്തിൽ നിന്നും കുറച്ച് വരുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ രാവിലെ വന്നത്, അവരുടെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ. അവർ പറഞ്ഞത്, ഇനി എത്ര രാത്രിയായാലും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് കിട്ടിയാലേ ഞങ്ങൾ ഇവിടം വിട്ട് വീട്ടിൽ പോകത്തുള്ളൂ എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതെന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. അവിടുത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. മിഷൻ സെൻറ്ററിൽ വന്ന് ഉറങ്ങുകയാണ്. അന്ന് ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞത്. പക്ഷേ ഉറങ്ങുന്നതിന് മുമ്പ് ഞാനിങ്ങനെ പലതും ചിന്തിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്, മോനെ,
നിനക്ക് ആരോഗ്യവും ആയുസ്സുമുള്ളപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിച്ചുകൂടെ? വ്യക്തമായിട്ട് എന്നോട് ചോദിച്ചു. അന്ന് വരെ എന്താണ് മിഷണറി എന്നോ എന്താണ് മിഷൻ വർക്കെന്നോ എനിക്കറിയത്തില്ല. പക്ഷെ അന്ന് എന്നോട് ചോദിച്ച ആ ഒരു ചോദ്യത്തിൻ്റെ മുമ്പിൽ ഞാൻ ദൈവസന്നിധിയിൽ, എനിക്ക് മനസ്സിലായി ഇത് ചോദിക്കുന്ന ദൈവാത്മാവാണ്. ഞാൻ ദൈവസന്നിധിയിൽ വേറെ ആരോടും ആലോചിക്കാൻ നിന്നില്ല. വീട്ടിൽ വിളിച്ചു പറയുകയോ ആരോടും പറഞ്ഞില്ല. ഞാൻ ആദ്യം ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ച് തീരുമാനിച്ചു, കർത്താവേ, ഞാൻ റെഡിയാണ്, ഞാൻ തയ്യാറാണ്. പിന്നെ ഞാൻ കൊച്ചമ്മയെ വിളിച്ചു, പപ്പയെ വിളിച്ചു. അന്ന് രാത്രി എന്നെ വിളിച്ചു. കൊച്ചമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു മിഷണറിയായി മാറിയത്. ഇന്ന് ഞങ്ങൾ കുടുംബമായിട്ട് ഇന്ന് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഞാൻ പറയും, ഞാനൊരു മിഷണറി ആയതുകൊണ്ട് മാത്രം. മരുന്നില്ലാത്ത, ട്രീറ്റ്മെൻ്റ് ഇല്ലാത്ത, മരണപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഇനി ഞാൻ എഴുന്നേറ്റ് നടക്കണമെങ്കിൽ എൻ്റെ കാലുമുട്ടിൽ ഒരു സർജറി വേണമെന്ന് ചെന്നൈയിലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് വരെ വിധി എഴുതിയിട്ടും ഇന്നും ഒരു ഓപ്പറേഷനും ചെയ്യാതെ ഞാൻ എഴുന്നേറ്റ് നടക്കുന്നത് എന്നെ ദൈവം ഒരു മിഷണറി ആക്കിയതുകൊണ്ട് മാത്രമാണ്. ട്രീറ്റ്മെൻ്റ് ഇല്ലാതിരുന്ന സ്ഥലത്ത് ഞാൻ ശുശ്രൂഷിച്ചതുകൊണ്ടാണ് എന്നെ ഇന്ന് ദൈവം ആരോഗ്യത്തോടെ നിലനിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരുപാട് സാധ്യതകളും സൗകര്യങ്ങളും ദൈവം നമുക്ക് നൽകുന്ന സാഹചര്യങ്ങളിൽ, അഥവാ സേഫ് സോണുകളിൽ നമ്മൾ ജീവിക്കുമ്പോൾ, അഥവാ ഡേഞ്ചർ സോണുകളിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തെ അത് മാറ്റിമറിക്കും. ആൻ ഐഡിയ ക്യാൻ ചേഞ്ച്. എന്തുവാ പരസ്യത്തിൽ പറയുന്നത്? ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. എക്സാക്ട്ലി റൈറ്റ് ആണ്. ഒരു പ്രയർ, ഒരു ഡിസിഷൻ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. അത് വളരെ ഒരു സത്യമാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ ഇന്ന് ഇവിടം വിട്ട് കടന്നു പോകുമ്പോൾ നമ്മളൊരു തീരുമാനം എടുത്തുകൊണ്ട് പോകണം. നമ്മൾ ഇവിടം വിട്ട് കടന്നു പോകുമ്പോൾ ഒരു പ്രാർത്ഥനയോടെ പോകണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ എടുക്കുന്ന തീരുമാനം എൻ്റെ അന്ത്യം വരെയും പാലിക്കുവാൻ കൃപ നൽകണമേ, അന്ത്യം വരെയും പാലിക്കുവാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾ നമുക്ക് വേദപുസ്തകം പറയുന്ന മക്കൾ യഹോവ നൽകുന്ന, ഞാൻ സാധാരണ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അറിയാമെന്നുള്ള വാക്യമാണെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ഡാഷ് ഡാഷ് ഒന്ന് ഫില്ലപ്പ് ചെയ്ത് തന്നാൽ എനിക്കൊരു മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തൻ്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അപ്പോൾ ഇതാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. നമുക്ക് ഒരുപാട് മക്കളുണ്ട്. മക്കളെ നമുക്കിന്ന് ഉപദേശിക്കാൻ പറ്റുമോ? എന്തേലും മക്കളോട് അവരെ പറഞ്ഞ് ഉപദേശിക്കാൻ പറ്റുമോ? നമുക്കിന്ന് പറ്റുമോ? കോയിലിരിക്കുന്ന പാരൻസ് ഒക്കെ ഉണ്ട്. നിങ്ങളുടെ മക്കളോട് എന്തെങ്കിലും പറഞ്ഞ് ഉപദേശിക്കാൻ പറ്റുമോ? പറ്റുമായിരിക്കും അല്ലേ? ഓക്കെ, വെരി ഗുഡ്. പലരുടെയും ടെൻഷൻ എന്ന് പറയുന്നത് ഒന്നും പറയാൻ, എന്നോട് ഒരുപാട് പേര് അച്ഛാ ഒന്നും പറയാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആയിരിക്കും ആദ്യത്തെ മറുപടി? ഓ, ഇതൊക്കെ എനിക്കറിയാം. അതല്ലേ ആദ്യം പറയും, ഇതൊക്കെ എനിക്കറിയാം. നമ്മൾ എന്തെങ്കിലും അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ആരെയും ഉപദേശിക്കുവാനോ ശരിയാക്കുവാനോ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്നത്തെ ആധുനിക ലോകം. ആർക്കും, ഈവൻ ഒരു അച്ഛന് ഒരു വിശ്വാസിയോട് ഉറപ്പിച്ചങ്ങോട്ട് പോലും പറയാൻ പറ്റുമോ? പാടാണ്, ടെൻഷനാണ്. ഒരു തിരുമേനിക്ക് അച്ഛന്മാരോട് എനിക്കറിയത്തില്ല, ഓക്കെ, ബാക്കി ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു അച്ഛനും അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരാളിനെ ശരിയാക്കണമെന്ന് വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുമോ? ഇല്ല, ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ സ്വയം നന്നാവുക എന്നുള്ളതാണ്. നമ്മളെ ആരും പഠിപ്പിക്കാൻ വരരുതെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് എന്തുവാണെന്നറിയാമോ? സ്വയം നന്നാവുക, സ്വയം ശരിയാവുക. ആരും ആരെയും ഒന്നും പറയണ്ട. സ്വയം നന്നായാൽ എല്ലാം നന്നായിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണോ? എപ്പോഴൊക്കെ, ഞാൻ ഈ പിള്ളേരോടൊക്കെ ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത്? എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കാറുള്ളത്? ആരെങ്കിലും ഒന്ന് പറയടാ മക്കളെ, ഒരു സപ്പോർട്ട് കിട്ടട്ടെടാ. എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിക്കാറുള്ളത്? അത് നിങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ അനുഭവം പറയേണ്ടി വരും. എന്തിനൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്? ഞാനിനി മൈക്ക് നിങ്ങളുടെ അടുത്തോട്ട് കൊണ്ടുവരും. എന്തിനൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്? വെരി ഗുഡ്. പരീക്ഷയാകുമ്പം പ്രാർത്ഥിക്കും. പിന്നെ എന്തെങ്കിലും സാധനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും.
പിന്നെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കും. അത് പറഞ്ഞപ്പോൾ ആരും അമ്മ ഒന്നാരും വിളിച്ചല്ലേ അവിടെ ഇരുന്ന്. അസുഖം വരുമ്പം പ്രാർത്ഥിക്കും. ഒരുപാട് നമ്മൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ പരീക്ഷ എഴുതാൻ നേരത്ത് റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പിന്നെ പ്രാർത്ഥിക്കത്തില്ലയോ? പരീക്ഷ കഴിഞ്ഞാൽ ഞാനൊക്കെ പ്രാർത്ഥിച്ച് തുടങ്ങി പണ്ടൊക്കെ പ്രാർത്ഥിച്ചിരുന്നത് പരീക്ഷ കഴിഞ്ഞിട്ടാണ്. അതുവരെ പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്നതിന് തൊട്ട് തലേ ദിവസം വരെ, എക്സാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് പിന്നെ ഭയങ്കര മുട്ടുമേ നിന്ന് പ്രാർത്ഥന. എന്തോ ചെറുപ്പകാലം മുതലേ മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കും. പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്നത് വരെ പ്രാർത്ഥിക്കും. പഠിക്കാൻ ഭയങ്കര ബുദ്ധിയുള്ള ആളല്ലാത്തത് കൊണ്ടും നിർബന്ധിച്ച് എന്നെ പഠിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ പരീക്ഷ കഴിഞ്ഞിട്ട് ഒന്ന് പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു സെൻറ്റൻസ് ഇതാണ്: കർത്താവേ, എൻ്റെ അമ്മ അധ്യാപികയായിരുന്നു. അമ്മ അതുകൊണ്ട് അധ്യാപകരുടെ ഒരു സൈക്കോളജി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ രൂപപ്പെടുത്തിയ ഒരു പ്രാർത്ഥന ഇതാണ്: കർത്താവേ, എൻ്റെ പേപ്പർ തിരുത്തുന്ന അധ്യാപകരോട് ദൈവം സംസാരിക്കണമേ, ഇല്ലെങ്കിൽ ജയിക്കത്തില്ല. പിന്നെ എൻ്റെ പേപ്പർ തിരുത്തുന്ന ടീച്ചർ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് കാണിച്ചാണ് ഞാൻ ദൈവത്തിന് ഇങ്ങനെ ഇട്ടിട്ട് പോകണം. സത്യമായിട്ട് പ്രാർത്ഥിച്ചാണ്. അങ്ങനെയാണ് ഞാനിങ്ങനെ ഇവിടെ നിൽക്കുന്നത്, പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും. റിസൾട്ട് വന്ന് പിന്നെ പ്രാർത്ഥിക്കത്തില്ല. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല, അല്ലയോ? നമ്മുടെ ചിന്ത അങ്ങനെയാണ്. നമുക്കൊരു സാധനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാറ്റിസ്ഫൈഡാണ്, നമ്മൾ ഓക്കെയാണ്, നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ അടുത്ത ആവശ്യം വരുമ്പോഴും നമ്മൾ പതുക്കെ അങ്ങോട്ട് ബന്ധപ്പെടാൻ പോകും. വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? ഇവിടെ ഇരിക്കുന്ന ടീനേജ് പിള്ളേരൊന്ന് കൈപൊക്കിക്കേ. ടീനേജ് മക്കളൊന്ന് കൈപൊക്കിക്കേ. 13 to ഒരു 20 വരെ, 13 മുതൽ 20 വരെയുള്ള മക്കളൊന്ന് കൈപൊക്കിക്കേ. 13 വയസ്സ് മുതൽ അതിൻ്റെ താഴെയുള്ളവരും കുഴപ്പമില്ല. ഓക്കെ, വെരി ഗുഡ്. മക്കളെ, നിങ്ങൾ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര മക്കളുണ്ട്? നിങ്ങളുടെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര മക്കളുണ്ട്? കൈപൊക്കിക്കേ. മക്കളുടെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പനമ്മമാർ എത്ര പേരുണ്ട്? വിവാഹ ആലോചന വന്നതിന് ശേഷമല്ല, അതിന് മുമ്പ്. ഓക്കെ മക്കളെ, ഒരു കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ 15ാമത്തെ വയസ്സുകൊണ്ട് കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ആളാണ്. ഞാൻ ദൈവസന്നിധിനാഥൻ്റെ കള്ളം പറയാത്ത. എനിക്ക് ഒന്നുമില്ല. 15 അതെ പറഞ്ഞു തന്നെ എൻ്റെ പപ്പയാണ്: മോനെ, നിനക്ക് നല്ലൊരു പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മളെപ്പോഴാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്? ഏതെങ്കിലുമൊക്കെ ആലോചന വന്നിട്ട് അതിനെന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുവാണെങ്കിൽ, ചില തീരുമാനങ്ങൾക്ക് നമ്മൾ ഉറപ്പോടെ എടുത്ത ചില തീരുമാനങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം വരുവാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പ്രാർത്ഥിക്കും, അല്ലയോ? അപ്പം നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ചെറുതും വലുതുമായ ആവശ്യങ്ങൾക്ക് ദൈവസന്നിധിയിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ആ പ്രാർത്ഥനയാണ് എക്സാം എഴുതിയിട്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതല്ല. ഞാൻ പിന്നെ അത് മനസ്സിലാക്കി. ഞാൻ എൻ്റെ കുഞ്ഞു പ്രായത്തിലുള്ള പ്രാർത്ഥനയെ പറ്റിയാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട, പേഴ്സണൽ പ്രെയർ, വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. മക്കളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. എനിക്ക് 2 മക്കളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എടുത്ത ഒരു തീരുമാനമാണ് എന്നെ ഇന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത്. എനിക്ക് 2 മക്കളാണ്. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ മോന് ഒട്ടും പഠിക്കാൻ താല്പര്യമില്ല. 2 പേരും പഠിക്കാൻ ഒട്ടും എന്നെപ്പോലെ തന്നെ. കാരണം ഒട്ടും പലപ്പോഴും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ മക്കളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ കാര്യം പുറകിലോട്ട് നോക്കത്തില്ല. മനസ്സിലായില്ലേ? അതൊരു വലിയ സത്യമാണ്. എൻ്റെ മോൻ ഇപ്പോൾ കൗൺസിലിങ്ങിലാണ് മാസ്റ്റേഴ്സ് ചെയ്യുന്നത്. അവൻ എന്നോട് ഈ 1 മാസത്തേക്ക് മുമ്പേ പറഞ്ഞൊരു വലിയ കാര്യം, എനിക്കിപ്പോഴാണത് കിട്ടിയത്. എൻ്റെ ഈ വയസ്സിലാണ് എനിക്ക് അറിവ് കിട്ടിയത്. അവൻ പറഞ്ഞു, പപ്പാ, ഒരു കുഞ്ഞിന് ഒരു 1ാമത്തെ ജന്മദിനമാകുമ്പോൾ ആ അപ്പന് പാരൻ്റ്ഹുഡിൽ 1ാമത്തെ ജന്മദിനമാണെന്നാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അന്തിച്ചു പോയി. കാരണം ഒരു കുഞ്ഞിന് നമ്മളെന്തോ ചെയ്യും? കല്യാണമൊക്കെ കഴിഞ്ഞൊരു കുഞ്ഞൊക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെന്തോ ആണ് ഇനി എന്നെ കൊണ്ട്. പക്ഷെ അവൻ പറഞ്ഞ കാര്യം, ഒരു കുഞ്ഞിന് 1ാമത്തെ ജന്മദിനമാകുമ്പോൾ തന്നെ അപ്പൻ, അമ്മ എന്നുള്ള നിലയിൽ
അവരുടെയും ഒന്നാമത്തെ ജന്മദിനമാണ്. അവരും കുഞ്ഞുങ്ങളാണ്, അവർക്കൊന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥയാണ്. ഒരുപാട് പഠിക്കണം. അത് എനിക്കൊരു പുതിയ അറിവാണ്, പക്ഷെ നിങ്ങൾക്കത് അറിയാമായിരിക്കാം. ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒട്ടും പഠിക്കത്തില്ലായിരുന്നു. 10ാം ക്ലാസ് +1 പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഞാൻ അവനെ സമയം വരെ പോകത്തില്ല, അവൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തിയിട്ട് ഞാൻ ഇപ്പുറത്തെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ അവൻ അതുവഴി അങ്ങ് ഇറങ്ങിപ്പോവും. പിന്നെ അവൻ പറയും, പപ്പ എനിക്ക് പരീക്ഷ എഴുതണ്ടെന്ന് പറയും. ഒരപ്പൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ദൈവസന്നിധിയിൽ. കാരണം ഇങ്ങനെ വേദനിക്കുന്ന ഒരുപാട് അപ്പനമ്മമാരുണ്ട്. അവർക്കുള്ള ഒരു റെമഡിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്ന് നിങ്ങളത് തീരുമാനിച്ചുകൊണ്ട് പോകണം. അവിടെ പോയി പരീക്ഷ എഴുതി ഓരോ ദിവസവും ഇത് തന്നെയാണ്. പരീക്ഷയൊക്കെ പക്ഷേ ഞങ്ങൾ ഫ്രണ്ട്സാണ്. പരീക്ഷ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, മക്കളെ എങ്ങനെയാണ് നീ പരീക്ഷ എഴുതി, എങ്ങനെ ഉണ്ടായിരുന്നിട്ടാ പരീക്ഷ? നമ്മുടെ മറുപടി എന്തുമായിരിക്കും? അപ്പനും അമ്മയും പരീക്ഷ എങ്ങനെ എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുമായിരിക്കും മറുപടി? കുഴപ്പമില്ല, ആർക്കും കുഴപ്പമില്ല. എന്നോട് മോൻ പറഞ്ഞ്, പപ്പ ഞാൻ അടിപൊളിയായിട്ട് എഴുതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാണ് എഴുതിയത്? അപ്പോൾ ഇവൻ പറഞ്ഞ് എന്തുവാണെന്ന് അറിയാമോ? പപ്പ എൻ്റെ അടുത്തിരുന്ന് ചേച്ചി നന്നായിട്ട് പരീക്ഷ എഴുതി. അപ്പോൾ ഞാൻ പിന്നെ ആലോചിക്കും, ഇവൻ +1, അടുത്തിരുന്ന ചേച്ചി ഒരിക്കലും +1 ആയിരിക്കത്തില്ല, +2 എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവൻ പറയും, എൻ്റെ അടുത്തിരുന്ന ചേച്ചി നന്നായിട്ട് പരീക്ഷ എഴുതി, ഞാൻ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ഒരു പ്രെയർ ലൈഫിനെ പറ്റി. പക്ഷേ ഞാൻ ചെയ്ത ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്യണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇവരുടെ നെറ്റിയിൽ കുരിശ് വരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. ഉറങ്ങാൻ കിടക്കുമ്പോൾ നെറ്റിയിൽ കുരിശ് വരഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ മണ്ടനെ നീ ഞാൻ ചില പ്രസംഗങ്ങൾ മാണിക്യമാക്കണമേ, അവന് ബുദ്ധി കൊടുക്കണമേ, മകൾക്ക് ബുദ്ധി കൊടുക്കണമേ. ദൈവത്തിൻ്റെ ഞാൻ ഒരിക്കലും എൻ്റെ മക്കൾ ഇങ്ങനെ ആയിത്തീരണം, അങ്ങനെ ആയിത്തീരണം, ഇന്നത് പഠിക്കണമെന്ന് ഇന്നുവരെയും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, ഇനി പ്രാർത്ഥിക്കത്തുമില്ല. ഞാൻ പ്രാർത്ഥിച്ച ഒരേ ഒരു സെൻറ്റൻസ്, ഒരു സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ തോറ്റവനായിട്ടോ ജയിച്ചവനായിട്ടോ അങ്ങയുടെ ഹിതം ചെയ്യണം. പക്ഷെ അതൊക്കെ ദൈവം മാറ്റി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെ അത് പറഞ്ഞു ഇത് പറഞ്ഞു ഒരുപാട് ടെൻഷൻ അടിക്കുന്ന മാതാപിതാക്കളുണ്ട്. നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കണം. എത്ര നിമിഷം നിങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? ആ തീരുമാനം നിങ്ങൾ എത്ര പേരെടുത്തിട്ടുണ്ട്? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. രാവിലെ ഞാൻ ഒരു 5 മണിക്കൊക്കെ റോഡിൽ നിന്ന് കഴിഞ്ഞാൽ പിള്ളേരെ കൊണ്ടുപോകുന്ന മാതാപിതാക്കളെ നമുക്ക് കാണാൻ പറ്റും. ഈ മക്കൾ തിരിച്ചു വരുന്ന എപ്പോഴാണെന്നറിയാമോ? രാത്രി 8:30 അല്ലെങ്കിൽ 9 മണിക്ക്. സ്പെഷ്യൽ ട്യൂഷൻ്റെ ലിസ്റ്റാണ്. സ്കൂളിൽ പോകുന്നു, വീണ്ടും ഈവനിങ്ങിൽ വീണ്ടും സ്പെഷ്യൽ ട്യൂഷന് പോകുന്നു, ഇവർക്ക് ഒന്ന് ശ്വാസം വിട്ട് ചിന്തിക്കാനുള്ള സമയമില്ല. അതിൻ്റെ ഇടയ്ക്കൂടെ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ കുറേ പ്രഷറുകളുണ്ട്. പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഇതാണ്, കർത്താവേ നിൻ്റെ ഇഷ്ടം പോലെ അവനെ മക്കളെ ആക്കി തീർക്കണമേ. ഞാൻ ഇന്നുവരെയും ഒരു വിഷയത്തിന് വേണ്ടിയും എൻ്റേതായാലും എൻ്റെ മക്കളുടേതായാലും ഞാൻ ദൈവത്തോട് ഡിമാൻഡ് വെച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. ദൈവമേ നിനക്കിഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിൻ്റെ ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യണം, അല്ലെങ്കിൽ അതവന് കിട്ടണം, അല്ലെങ്കിൽ അതവൾക്ക് കിട്ടണം. ഞാൻ പ്രാർത്ഥിച്ച ഇതാണ്, നെറ്റിയിൽ കുരിശ് വരഞ്ഞ് പ്രാർത്ഥിക്കും. ദൈവം ഭയങ്കര വ്യത്യാസം തന്നു. പിന്നെ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരിക്കലും മക്കളുടെ കൂടെ താമസിച്ചിട്ടില്ല. ഞാനും കൊച്ചമ്മയും മിഷൻ ഫീൽഡിലും, പിള്ളേർ 2 സ്ഥലത്തുമാണ്. അപ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഒരുപാട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. ഹല്ലേലൂയ, ഒരിക്കലും ദൈവം കൈവിടത്തില്ല. മക്കളെ ഇന്ന് മുതൽ മാതാപിതാക്കളോട് എനിക്ക് പറയും, ഇന്ന് മുതൽ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ദിവസം മിനിമം 10 മിനിറ്റ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക. വലിയ അരമണിക്കൂർ 1 മണിക്കൂർ ഒന്നും ഞാൻ പറയുന്നില്ല. 5 മിനിറ്റ് മുട്ടിന്മേൽ നിന്ന് കണ്ണുനീരോടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇന്ന് നിങ്ങൾ തുടങ്ങണം. അത് നിങ്ങളുടെ ഒരു തീരുമാനമാകണം. ആഫ്റ്റർ 10 years you will get a lot of returns. കൃത്യമായിട്ടും കിട്ടും. ഇന്ന് മുതൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾ ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന, വേദോസ്തവത്തിലൊരു വാക്യമുണ്ട്, നിങ്ങളുടെ ബുദ്ധിക്കും വിചാരത്തിനും അപ്പുറമായി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ കൺമുൻപിൽ നിങ്ങൾ കാണും. ഹല്ലേലൂയ, നിങ്ങളുടെ കൺമുൻപിൽ നിങ്ങൾ കാണും. നിങ്ങൾ തീരുമാനത്തോടെ പ്രാർത്ഥിക്കുക. ചെപ്പാറയിൽ 2016 ഞാൻ പോയപ്പോൾ
അന്ന് ഞാനൊരു തീരുമാനമെടുത്തു. ഞങ്ങൾ രണ്ടുപേരും താമസിക്കുന്ന ഒരു സിംഗിൾ മുറിയിലാണ്. ഒരു സൈഡിൽ ഒരു ബെഡ്, ഒരു സൈഡിൽ 4 4 8 ബ്രിക്സ് വെച്ചിട്ട് അതിൻ്റെ പുറത്തൊരു പലക, അതിൻ്റെ പുറത്തൊരു ഗ്യാസ് സ്റ്റവ്. ഇതാണ് നമ്മുടെ ഒരു കോർണറാണ് നമ്മുടെ കിച്ചൺ. ഒരു കോർണർ വാഷിംഗ് ഏരിയ, ഒരു കോർണർ സിറ്റ് ഔട്ട്. ഇതാണ് ഒറ്റ മുറിയിലാണ്. ഒരു സാധ്യതയുമില്ല, ഒരു പക്ഷേ ദൈവമാണ് അയച്ചെന്നുള്ള ഉറപ്പുണ്ട്. 4 ഞായറാഴ്ച ഒരു ആരാധനകളൊന്നും ചെയ്യാൻ പറ്റിയില്ല. 4ാമത്തെ ഞായറാഴ്ച ഞാനൊരു ആരാധന നടത്തി. 3 പേര് വന്നു. അന്നെൻ്റെ മനസ്സ് ഒരുപാട് വേദനിച്ചു. എങ്കിലും കുറ്റം പറഞ്ഞില്ല. ഞാൻ ദൈവത്തോട്, ഞാനിങ്ങനെ ചില കാര്യങ്ങളിങ്ങനെ ദൈവത്തോട് പറയും, യേശുപ്പാ എന്തിന് എന്നെ കൊണ്ടുവന്നത്. ഞാനിങ്ങനെ, കാരണം മിഷൻ ഫീൽഡിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന മിഷണറിമാർക്കറിയാം, നമുക്ക് പറയാൻ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ആരും ഇല്ല. നമ്മളെ അറിയാമെന്നുള്ള ആരുമില്ല. നമ്മളെ അറിയാമെന്നുള്ള ഒരാൾ മാത്രമേ നമ്മളോട് കാണത്തുള്ളൂ. അത് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ കൂടെ ഞങ്ങളിങ്ങനെ പറയും. കുടിവെള്ളമില്ല, ബാത്റൂം ഫെസിലിറ്റി ഇല്ല. ആദ്യത്തെ 6 മാസമൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ടു. പക്ഷേ ഞങ്ങളൊരു തീരുമാനമെടുത്ത്, ചെയ്യുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ചെയ്യും. ഒരുപാട് പ്രതിസന്ധിയിലൂടെ ദൈവം അത്ഭുതകരമായി ഞങ്ങളെ വഴി നടത്തി. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് 3 പേര് വന്നപ്പോൾ പ്രാർത്ഥിച്ചതാണ്, കർത്താവേ, ഞാനൊരു വലിയ ഗ്രൂപ്പൊന്നും ഞാൻ ചോദിച്ചില്ല. പക്ഷേ യേശുപ്പനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ആരാധിക്കാൻ സൺഡേ വേർഷിപ്പിന് എനിക്ക് കുറച്ച് ആൾക്കാരെ എനിക്ക് തരണം യേശുപ്പാന്ന് ഞാൻ സിമ്പിളായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒരു ദിവസം 8 മണിയായപ്പോൾ എൻ്റെ വീട്ടിലൊരു യുവാവ്, എനിക്ക് ഭാഷ അറിയത്തില്ല, അപ്പോഴും ഹിന്ദി പഠിച്ചു വരുന്ന സമയമാണ്, സംസാരിക്കുന്നത് ഒരു 15% മനസ്സിലാവും. ഒരു യുവാവ് എൻ്റെ വീട്ടിൽ ബൈക്ക് കൊണ്ട് വെച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകണമെന്ന് ഹിന്ദി പറഞ്ഞു. അപ്പോൾ ഞാനും കൊച്ചമ്മയും മാത്രമേ, ചുറ്റുപാടൊന്നും ആരുമില്ല. അപ്പോൾ ഇവൻ എൻ്റെ വീട്ടിൽ വന്നിങ്ങനെ നിന്നപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് നേരെ വീട്ടിൽ കയറി കൊച്ചമ്മ എടുത്തൊന്ന് ആലോചിച്ചു, ഇവിടെ ഇങ്ങനെ ഒരാൾ വന്നിരിക്കുന്നത് എന്ത് ചെയ്യണം. അപ്പം ഞങ്ങൾ രണ്ടുപേരും അപ്പോഴൊക്കെ ചെയ്ത കാര്യങ്ങളാണ്. ഇങ്ങനെ കൈ ചേർത്ത് വെച്ചിട്ട് പെട്ടെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എന്താണ് ചെയ്യേണ്ടത്. ഉള്ളിലൊരു ഉറപ്പ് ദൈവം തന്നു, നീ പോ എന്നൊരു ശബ്ദം ദൈവം എന്നെ കേൾപ്പിച്ചു, നീ പോ, അവനോട് പോ. കാരണം അപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകുന്ന മറ്റു പല ചിന്തകളെന്ന് പറയുന്നത്, ജബൽപൂരും നാഗ്പൂരും ഉള്ള മലയാളി മിഷണറീസ് ഒരുപാട് ചപ്പാറയിൽ ആദ്യമായിട്ടാണ് തുടക്കം. പറഞ്ഞിട്ടുണ്ട്, ആര് വന്ന് രാത്രി വിളിച്ചാലും പോകരുതെന്ന് എന്നെ പഠിപ്പിച്ച് ട്രെയിനിങ് തന്നാണ് ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത് സിറ്റിയിലുള്ള മിഷണറിമാർ. പക്ഷേ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു, നീ പോ, അവൻ്റെ കൂടെ പോ എന്ന് പറഞ്ഞു. എന്തിനാണ് എവിടെയാണെന്നൊന്നും അറിയത്തില്ല. ഞാൻ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ഇരുട്ടി അവൻ്റെ ബൈക്കിൽ കയറി കൊച്ചമ്മ വീട്ടിനകത്ത് ആക്കിയിട്ട് ഞാൻ പുറത്ത് വാതിൽ പൂട്ടി, കാരണം ഏൽപ്പിച്ചിട്ട് പോകാൻ ആരുമില്ല. പൂട്ടി ഞാൻ അവൻ്റെ കൂടെ ബൈക്കിൽ പോയി. 6-7 കിലോമീറ്റർ പോയി, ഡൈവേർട്ട് ചെയ്ത് ഉള്ളിലോട്ട് പോയപ്പോൾ ഒരു 2-3 കിലോമീറ്റർ ഉള്ളിലോട്ട് ശരിക്കും കാട്ടിനകത്ത് ഒരു കൊച്ചു വീട്. അവിടെ പോയപ്പോൾ ഒരു 10-30 പേരോളം അവിടെ കൂടി നിൽപ്പുണ്ട്. അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന്. കൂടി നിൽപ്പുണ്ട്. ഇവൻ ബൈക്കിൽ നിന്നിറങ്ങി എന്നെ അകത്തോട്ട് കയറ്റുന്നു. വീട്ടിന് സിറ്റ് മെഴുകിയ ഒരു സ്ഥലം, അവിടെ പോയപ്പോൾ പായയിൽ ഏകദേശം എൻ്റെ അത്ര സൈസും പൊക്കമുള്ള ഒരാൾ അർദ്ധവസ്ത്രധാരിയായി, ഒരു തോർത്ത് മാത്രമേ കൊടുത്തുള്ളൂ, അവൻ അങ്ങനെ കിടത്തിയിരിക്കുകയാണ് അവിടെ, ഒരു വലിയൊരു മനുഷ്യൻ. അപ്പോൾ അവിടെ നിന്നിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് എന്നെ കൊണ്ടുവന്നതെന്ന്. അപ്പോൾ അവിടെ ആന്ധ്രയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു മിലിറ്ററിയിലുള്ള ഒരു പയ്യനുണ്ട്, ദിനേശ് എന്ന് പറഞ്ഞൊരു പയ്യൻ. അവന് വന്ന് എന്നോട് പറഞ്ഞു, അവൻ തെലുങ്കിൽ സംസാരിച്ചു. എന്നോട് പറഞ്ഞു, ഇവൻ 3 മാസം കൊണ്ട് കിടരോഗിയാണ്, ഇവന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഫാദറിനെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ പെട്ടുപോയി എന്നുള്ള അവസ്ഥയിലായിരുന്നു. കാരണം എനിക്ക് ഭാഷ അറിയത്തില്ല, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയത്തില്ല. അവിടെ നോർത്ത് ഇന്ത്യയിലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് പബ്ലിക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ചെയ്തത്, അപ്പോഴും ദൈവം എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന ആ ഒരു ഭയം കൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാനെങ്കിലും ചെയ്തത്, ഞാൻ ആ തറയിൽ അവിടെ ഇരുന്നു. ബാക്കി എല്ലാവരും അവിടെ നിൽക്കുവാണ്. അമ്മച്ചിമാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, കരയുന്നുണ്ട്. എല്ലായിടത്തും ഞാൻ പിടിച്ചു നിന്ന ഒരൊറ്റ വാക്കെന്ന് പറയുന്നത് ജി 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 എന്ന് പറയും. ഹിന്ദിയുടെ എക്സ്പേർട്ട് ലേസൻ ജോസഫ് അച്ഛനൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒറ്റ അടി അങ്ങ് അടിക്കും. ജി ജി എന്ന് പറഞ്ഞിട്ട് ചിരിച്ച് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഈ ജി എന്നും പറഞ്ഞ് ചിരിച്ചുകയും ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും, അയ്യയ്ക്ക് പാസ്റ്ററിനെല്ലാം മനസ്സിലായി, എന്നാൽ എനിക്ക് അറിയാവൂ എനിക്കൊന്നും മനസ്സിലായില്ല എന്നുള്ളത്. അവിടെ ഞാൻ ഇരുന്നു. അദ്ദേഹത്തിൻ്റെ കൈ എൻ്റെ കൈക്കകത്തടിച്ചു വച്ചിട്ട് രഹസ്യമായിട്ട്, പരസ്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവൻ്റെ ഉള്ളം കയ്യിൽ ഞാനിങ്ങനെ കുരിശു വരയാൻ തുടങ്ങി.
കുരിശ് വരഞ്ഞുകൊണ്ടിരുന്നു. അതൊക്കെ വളരെ സെക്കൻഡ്സുകൾ കൊണ്ടാണ് കുരിശ് വരയുന്നു. പെട്ടെന്ന് ഞാൻ ഒരു കുറച്ച് 10-15 സെക്കൻഡ് കഴിയുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറയുന്നു. വെള്ളം കൊണ്ടുവരുന്നു. ഞാൻ ആ വെള്ളം എടുത്തു വച്ചിട്ട്, ദൈവമേ, എനിക്കിന്നും ഓർമ്മയുണ്ട് ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്ന്. ഞാൻ എഴുതി വച്ചിട്ട്, ബൈബിളിനകത്ത് എഴുതി വച്ചിട്ടുള്ള കുറേ വാക്കുകളുണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി. അതൊന്നും അപ്പോൾ ഓർമ്മ വരുന്നില്ല. എങ്കിലും അവിടെ ഇവിടെ നിന്നൊക്കെ 2-3 ഹിന്ദി വാക്കുകൾ വന്നു. തെലുങ്കിൽ പ്രാർത്ഥിച്ചു, മലയാളത്തിൽ പ്രാർത്ഥിച്ചു. വല്ല വിധേന ഞാൻ പ്രാർത്ഥന നിർത്തി പ്രാർത്ഥിച്ചു. ഞാൻ ഉള്ളിൽ തകർന്നാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്. കാരണം എന്തിനാണ് അവിടെ എന്നെ കൊണ്ടുവന്നതെന്ന് എനിക്കറിയത്തില്ല. പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ വെള്ളം അദ്ദേഹത്തിന് കുറേശ്ശെ കൊടുത്തിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു. യേശു, മലയാളത്തിലാണ് പറഞ്ഞത്, യേശു ഇന്ന് നിനക്ക് സൗഖ്യം തരും എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് എണീക്കുകയാണ്. എണീറ്റ് നിന്നപ്പോൾ അവർ വിചാരിച്ചു, അവരെന്നോട് ചോദിച്ചു, ഇനി പൂജ എന്ന് പറഞ്ഞ് പൂജാകർമ്മങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, തീർന്നു എന്ന് പറഞ്ഞു. എൻ്റെ പൂജയെല്ലാം തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വിചാരിച്ച് ഞാൻ എണീറ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്കറിയാം എൻ്റെ കാര്യപരിപാടികളെല്ലാം അവിടെ അവസാനിച്ചു എന്നുള്ളത്. അവിടെ നിന്ന് ഞാൻ എണീറ്റു. ഞാൻ പറഞ്ഞു എനിക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ബൈക്ക് കൊണ്ടുവന്നു. ഏകദേശം 9:30 മണി കഴിഞ്ഞു രാത്രി. എന്നെ വീട്ടിൽ കൊണ്ടുവിട്ട് 11 മണി കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ വന്നപ്പോൾ കൊച്ചമ്മ മുട്ടുമേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വാതിലെ മുട്ടി കൊച്ചമ്മ വാതിൽ തുറന്നു. ഞാൻ അകത്ത് കയറി എല്ലാം വിശദമായി പറഞ്ഞു. ഒരുപാട് താമസിച്ചു. വീണ്ടും പ്രാർത്ഥിച്ചിട്ട് കിടന്നു. വീണ്ടും പല ദിവസങ്ങൾ കടന്നുപോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു യുവാവ് ഞങ്ങളുടെ വീട്ടിലോട്ട് വരാൻ, പുള്ളി ഇൻഷർട്ട് ചെയ്തിട്ടുണ്ട്, ബൈക്കിൽ വന്നിറങ്ങി. അപ്പോൾ ഞാനിങ്ങനെ ആശങ്കയോടെ നിൽക്കുകയാണ്. ആരാണ് വരുന്നത്, എന്തിനാണ് വരുന്നതെന്ന് അറിയത്തില്ല. ഇവൻ എന്നിട്ട് ഓടി വന്ന് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ജയ് മസിക്കി എന്ന് പറഞ്ഞു. നമ്മൾ ക്രിസ്ത്യാനികളാണ് അല്ലയോ? ആണോ അല്ലയോ? ഒന്ന് ഉറക്കെ പറഞ്ഞേ, ആണോ അല്ലയോ? ആണ്. നമ്മളൊരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ കണ്ടു കഴിഞ്ഞാൽ എന്തോ ആദ്യം പറയാറ്? പ്രൈസ് ദ ലോർഡ് എന്നാ. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് പറഞ്ഞത്. തിരുവനന്തപുരത്ത് നിന്നും അങ്ങനെയല്ല പറയണത്. പക്ഷെ നിങ്ങൾ അങ്ങനെ പറയുന്നെങ്കിൽ നല്ലത്. ഇല്ല എങ്കിൽ ഇവിടെ നിന്ന് കള്ളം പറയരുത് ആവശ്യമില്ലാതെ. ഓക്കെ. നമ്മൾ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ കാണുമ്പോൾ എന്തോ ആദ്യം പറയണം. നമ്മളിപ്പോൾ മിഷൻ ഫീൽഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫോൺ എടുത്താലും പ്രാർത്ഥിക്കാൻ എടുത്താലും ജയ് മെസ്സിക്ക് ജയ് മെസ്സിക്ക്, സ്തോത്രമെങ്കിൽ സ്തോത്രം, വന്ദനാലുവെങ്കിൽ എന്ത് ഫോൺ എടുത്താൽ ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് വന്ദനാലു, പ്രൈസ് ദ ലോർഡ്, ജയ് മെസ്സിക്ക്, സ്തോത്രം, ഇതൊക്കെയാണ് ആദ്യം അവസാനവും. നമ്മളും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ കാണുമ്പോൾ നമ്മൾ ആദ്യത്തെ വാക്ക് എന്ത് പറയണം? പ്രൈസ് ദ ലോർഡ് എന്ന് പറയണം അല്ലയോ? സ്തോത്രം എന്ന് പറയണം. പിന്നെ സുഖമാണോ എന്നൊക്കെ ചോദിച്ചാൽ മതി. അങ്ങനെ ഇവൻ വന്ന് എനിക്ക് ജയ് മസിക്കി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ഒരു തണുപ്പായി. ഞാൻ എൻ്റെ മുറിക്കകത്ത് വിളിച്ച് കയറ്റി അവനൊരു കസേരയിട്ട് കൊടുത്തു. കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുള്ളി. അദ്ദേഹം പറഞ്ഞു ഞാനൊരു അധ്യാപകനാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പുള്ളി പറഞ്ഞു. ഒരു 20 മിനിറ്റോളം പുള്ളി എന്നോട് സംസാരിച്ചു. കുറച്ചൊക്കെ മനസ്സിലായി. പക്ഷെ അവസാനം പുള്ളി പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഒരാഴ്ചയ്ക്ക് മുമ്പിൽ ഫാദർ പ്രാർത്ഥിക്കാൻ വന്നത് എൻ്റെ വീട്ടിലാണ്. ഞാനാണ് അന്ന് അവിടെ രോഗിയായി കിടന്നത്. അന്ന് രാത്രിയായപ്പോൾ ഒരു പ്രകാശം എൻ്റെ അടുത്ത് വന്നു. ആ പ്രകാശം എൻ്റെ കയ്യിൽ പിടിച്ച് എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തി. 3 മാസത്തേക്ക് ശേഷം ഞാൻ ഇന്ന് സ്കൂളിൽ പോവുകയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മളെടുക്കുന്ന ഓരോ തീരുമാനത്തിനും വിലയുണ്ട്. അന്ന് ആ വീട്ടിൽ നിന്ന് 35-ലധികം പേരും അടുത്ത ഞായറാഴ്ച ഞാൻ ഒരു സുവിശേഷവും പറയാതെ അവർ പള്ളിയിൽ വന്നു. ഹല്ലേലൂയ. അതാണ് ചപ്പാറ മിഷൻ്റെ തുടക്കം. പിന്നെ ദൈവകൃപയിൽ 20 ഗ്രാമങ്ങളിൽ ശുശ്രൂഷ ചെയ്യാൻ പറ്റി. 8 വില്ലേജുകളിൽ പള്ളികൾ പണിയുവാനായിട്ട് പറ്റി. ഒരുപാട് ശുശ്രൂഷകൾ അവിടെ ചെയ്യാൻ പറ്റി. നമ്മൾ ഒരു തീരുമാനമെടുത്താൽ, ഞാൻ പറഞ്ഞത്, നമ്മുടെ ശുശ്രൂഷയുടെ ആരംഭത്തിലും പ്രതിസന്ധി കാണും, വളർച്ചയിലും പ്രതിസന്ധി കാണും. പ്രതിസന്ധി ഇല്ലാതെ സേഫ് സോണിലിരുന്ന് കർത്താവിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ കിട്ടത്തില്ലെന്നല്ല, സേഫ് സോൺ കിട്ടും, പക്ഷെ വളരെ പ്രയാസമായിരിക്കും. നമ്മുടെ ശുശ്രൂഷയുടെ ആരംഭത്തിലും പ്രതിസന്ധി കാണും, വളർച്ചയിലും പ്രതിസന്ധി കാണും, എപ്പോഴും പ്രതിസന്ധി കാണും. അതോടൊപ്പം ദൈവവും നമ്മുടെ കൂടെ കാണും. ഹല്ലേലൂയ. ദൈവം നമ്മുടെ കൂടെ കാണും. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് സ്വയം സ്നേഹിക്കുവാൻ പഠിക്കുക. നീ നിന്നെ തന്നെ സ്നേഹിക്കണം. നീ നിന്നോട് തന്നെ സംസാരിക്കണം. നീ നിന്നോട് തന്നെ ചോദിക്കണം. സ്വന്തമായി തീരുമാനമെടുക്കുവാൻ കഴിയുള്ള ഒരാളിനെ സ്വന്തമായി സ്നേഹിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ.
ഈ സ്വന്തമായി തീരുമാനമെടുക്കാൻ പറ്റാതെ ഒരു നിശ്ചയദാർഢ്യമില്ലാത്ത ഒരു വ്യക്തിക്ക് സ്വയത്തെ സ്നേഹിക്കുവാൻ പറ്റത്തില്ല. സ്വയത്തെ മീൻസ് അത് നെഗറ്റീവ് പെർസ്പെക്റ്റീവിലല്ല ഞാൻ പറയുന്നത്, ബിബ്ലിക്കലിയാണ് പറയുന്നത്. ദാവീദ് പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ ദാവീദ് സ്വയം സംസാരിക്കുന്ന ഒരാളായിരുന്നു, ദൈവത്തിൻ്റെ കൃപയാൽ സംസാരിക്കുന്ന ഒരാളാണ്. കണ്ണാടിയിൽ പോയി നിന്ന് നമ്മൾ നോക്കി പറയണം, ഐ എം ഗുഡ്. പറയൂ, കണ്ണാടി പോയി നമ്മൾ എന്തുവാ സംസാരിക്കാറ്? കൊള്ളാം, നന്നായിരിക്കുന്നു എന്ന് സ്വയം പറയണം. പപ്പായി അമ്മയെ സ്നേഹിക്കുന്ന എത്ര മക്കളുണ്ട്? കൈപൊക്കിക്കേ. പപ്പായി അമ്മയെ സ്നേഹിക്കുന്ന മക്കൾ. ഓക്കെ, നിങ്ങൾ ഇത്രയും പേര് കൈപൊക്കി, ഞാൻ കറക്റ്റായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. ശരി, ഇതിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ കൈപൊക്കിക്കേ. 10th ഓർ എബൌട്ട് 10th മക്കളെ നന്നായിട്ട് കൈപൊക്ക്, എനിക്ക് കാണട്ടെ. ഓക്കെ, ശരി. കഴിഞ്ഞ ആഴ്ച സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പോയപ്പോൾ നിങ്ങൾ കണ്ട കാര്യങ്ങൾ വീട്ടിൽ പറഞ്ഞോ? ഇല്ല. പറഞ്ഞോ? വെരി ഗുഡ്. ഓക്കെ. സാധാരണ ഒരു 10ാം ക്ലാസ് വരെ പിള്ളേർ നമുക്ക് പണ്ടൊക്കെ ഒരു ടേബിൾ ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. എന്തുവാ ഈ ടേബിൾ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്? വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുക. ഈ ടേബിൾ ഫെലോഷിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരസ്പരം കുറവുകളെ പറയുവാനും അതിനെ കേൾക്കുവാനും നികത്തുവാനും ഒരുമിച്ച് പോകുവാനും ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുവാനുമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഫെലോഷിപ്പാണ് ടേബിൾ അതായത് ഈ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുക, ഇത്രയേ ഉള്ളൂ. ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുക, അതിന് വളരെ പ്രധാനമുണ്ട്. ഇന്ന് ഒരുപാട് ഭവനങ്ങളിൽ അതില്ല എന്നുള്ളതാണ്. അപ്പനോടും അമ്മയോടും പറയാത്തതായി ഒന്നും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല എന്നെൻ്റെ പപ്പ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ മക്കളോടും പറഞ്ഞിട്ടുണ്ട്. കാരണം ചെറുപ്പകാലം മുതലേ അവർ ഹോസ്റ്റലിലായതുകൊണ്ട് അവരോടൊരു വിളിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. നമുക്ക് അങ്ങോട്ട് വിളിക്കാൻ പറ്റത്തില്ല, അവരുടെ ഒരു കോളിന് വേണ്ടി കാത്തിരിക്കും. ആ ടൈം തീരുന്നതുവരെയും പറഞ്ഞാലും തീരത്തില്ല, അല്ലയോ? ടൈം തീരുന്നതുവരെയും പറഞ്ഞാൽ തീരത്തില്ല. നമ്മുടെ ഉള്ളിൽ എന്തുണ്ടെങ്കിലും അത് അപ്പനും അമ്മയും അറിഞ്ഞിരിക്കണം മക്കളെ. അതുപോലെ മക്കളുടെ ഉള്ളിൽ എന്തുണ്ടെങ്കിലും അത് ചിലപ്പോൾ തന്നെ ആരറിയണം? ആരറിയണം? മക്കളുടെ ഉള്ളിലുള്ളത് ആദ്യം ആരറിയണം? അപ്പനമ്മമാരറിയണം. ദൈവം അറിയും, ഓക്കെ, അത് ദൈവം അറിയാത്തതായി ഒന്നുമില്ല. ഫിസിക്കലി മാതാപിതാക്കൾ അറിയണം. 10ാം ക്ലാസ് ജയിക്കുമ്പോൾ നമ്മൾ ഈ ഒരു പോക്കിൻ്റെ ഒരു രീതിയുണ്ട് നമ്മുടെ ഫാമിലി സെറ്റപ്പിൻ്റെ. 1 മുതൽ നമ്മളെല്ലാം ഇങ്ങനെ നമ്മൾ പറയുന്ന ഒരു രീതിയുണ്ട്. അത് ചെയ്താൽ ഇത് തരാം മക്കളെ, അത് ജയിച്ചാൽ ഇത് തരാം. നമ്മളിപ്പോൾ എല്ലാം ഗിഫ്റ്റ് കൊടുത്ത് വളർത്തുന്ന ഒരു വല്ലാത്തൊരു സെറ്റപ്പിലാണ് നമ്മുടെ കുടുംബങ്ങളൊക്കെ, അല്ലയോ? നമ്മളിങ്ങനെ ഓഫർ ചെയ്യും, ഇത് തന്നാൽ അത് ചെയ്യുമോ? ഓ, അത് ചെയ്യാം. ഞാൻ ട്രെയിനിൽ കൂടുതൽ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ കരഞ്ഞാൽ ഉടനെ എടുത്തു കൊടുക്കുന്ന സാധനം എന്തുവാണ്? മൊബൈൽ. അത് എണീറ്റിരിക്കാൻ ആരോഗ്യം അല്ലെങ്കിൽ പ്രായമാകാത്ത കുഞ്ഞു പോലും എടുത്തങ്ങ് ഇട്ട് കൊടുക്കുവാണ്. അത് കാണുമ്പോൾ ഭയങ്കര സൈലൻ്റാണ്. 10ാം ക്ലാസ് പാസ്സാകുമ്പോൾ നമ്മുടെ അവിടെയൊക്കെ, ഇവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, മക്കളോട് ചോദിക്കും, മക്കളെ ഞാൻ 10 പാസ്സാകുമ്പോൾ നിനക്ക് നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു തരാം, അല്ലയോ? അപ്പോൾ ഗിഫ്റ്റിന് സമയമാകുമ്പോൾ പിള്ളേർ ഇങ്ങോട്ടും ചോദിക്കും, നമ്മൾ അങ്ങോട്ടും ചോദിക്കും. നമ്മൾ അങ്ങോട്ട് മക്കളോട് ചോദിക്കും, മക്കൾ എന്തുമായിരിക്കും ആദ്യം പ്രിഫർ ചെയ്യുന്നത്? എന്തുവാണ് ആദ്യം പ്രിഫർ ചെയ്യുന്നത്? മൊബൈലായിരിക്കും ആദ്യം പ്രിഫർ ചെയ്യുന്നത്, അല്ലേ? നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന മൊബൈൽ എത്ര സൈസുള്ളതായിരിക്കും? നമ്മൾ പിള്ളേർക്ക് മനസ്സോടെ വാങ്ങിക്കൊടുക്കുവാണ്. നമ്മുടെ ഇല്ലാത്ത കാശുണ്ടാക്കി കടമൊക്കെ വാങ്ങി നമ്മൾ പിള്ളേർക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുവാണ്. എത്ര സൈസായിരിക്കും? ഇത് കുഞ്ഞ് ഇത്ര, ഏകദേശം ഇത്ര വരത്തില്ലയോ? പോക്കറ്റിലും കൊള്ളത്തില്ല, കയ്യിലും വയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വല്ലാത്ത സാധനം നമ്മൾ വാങ്ങിക്കൊടുക്കും. ഈ വാങ്ങിക്കൊടുക്കുന്ന എനിക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാമോ? പിള്ളേരുടെ കാര്യം പിന്നെ. വാങ്ങിക്കൊടുക്കുന്ന എനിക്കിതറിയാമോ? ഇതെങ്ങനെയാണിത് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഈ വാങ്ങി കയ്യിൽ വെച്ചേക്കുന്ന പിള്ളേർക്കും ഒരു പക്ഷേ അധികം അറിയത്തില്ല.
അപ്പോൾ ഈ പിള്ളേർ ആരുടെ അടുക്കൽ കൊണ്ട് ഈ മൊബൈലിൻ്റെ ഓപ്പറേഷൻ ഫസ്റ്റിൽ പഠിക്കാൻ നമ്മൾ ആരുടെ അടുത്താണ് കൊണ്ടുപോകുന്നത്? ഇത് നോർമലി നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന കാര്യമാണ്. ആരുടെ അടുത്ത് കൊണ്ടുപോകും? ആദ്യം ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് കൊണ്ടുപോകും, അല്ലയോ? ഈ മൊബൈൽ ഓപ്പറേഷൻ ഒന്ന് പഠിപ്പിച്ച് താ, അല്ലെങ്കിൽ പഠിപ്പിച്ച് താടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് കൊണ്ടുപോകും. കാരണം നമുക്കറിയത്തില്ല പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ ഈ ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് അല്ലെങ്കിൽ അവിടെ തുടങ്ങുന്നു ഗ്യാപ്പ്. അന്ന് വരെ 10ാം ക്ലാസ് പാസ്സാവുന്നത് വരെ വീട്ടിൽ വന്ന് ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്നു, തേയില കുടിക്കുന്നു, എല്ലാം ഭയങ്കര ഹാപ്പിയാണ്, ഭക്ഷണം കഴിക്കുന്നു, സംസാരിക്കുന്നു. അതുവരെ ഷെയർ ചെയ്യാൻ, സ്കൂളിൽ നിന്ന് വന്നാൽ ഷെയർ ചെയ്യാൻ നമ്മുടെ മക്കൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊരു ബ്ലെസ്സഡ് ഇൻസ്ട്രുമെൻ്റ് ആണ് മൊബൈൽ. ഞാൻ നെഗറ്റീവായിട്ട് പറയുന്ന അല്ല, അതിൻ്റെ യൂസേജിനെ പറ്റിയാണ് പറയുന്നത്. ഇത് നമ്മുടെ കയ്യിൽ കിട്ടി, നമുക്കത് പറഞ്ഞു കൊടുക്കുവാനോ അറിയത്തില്ല. പിള്ളേർ ആരുടെയെങ്കിലും അടുത്തുകൊണ്ട് എന്തൊക്കെ പഠിച്ചുകൊണ്ട് വന്നതിന് ശേഷം പിന്നെ ഒരു മൂകതയാണ്. പിന്നെ മക്കളെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഇങ്ങോട്ട്, കാരണം ഒരുപാട് ഫീലിംഗ് അവൻ്റെ ഉള്ളിനകത്തുണ്ട്. അതുവരെയും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ ഹൃദയത്തിൽ അന്നു മുതൽ വന്നു കയറാൻ ആരംഭിക്കുന്നു. അവൻ അപ്പൻ്റെ മുഖത്ത് നോക്കാൻ ഒരു ജാള്യത കാണും, അമ്മയുടെ മുഖത്ത് നോക്കാൻ. അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമ്മളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം നമുക്ക് ആർക്കും അതിനെപ്പറ്റി അറിവില്ല. അവരുടെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ, അവിടെ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. പിന്നെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ മൊബൈലിൻ്റെ ചാർജ് തീരുമ്പോൾ നമ്മളും ചാർജ് ഔട്ടായി പുറത്തിറങ്ങും. അതുവരെ നമ്മൾ ആക്റ്റീവാണ്. പരസ്പരം സ്നേഹിക്കാൻ നമ്മൾ മറന്നു പോകുന്നു, സ്വയം സ്നേഹിക്കാൻ മറന്നു പോകുന്നു, അപ്പനെ അമ്മയെ സ്നേഹിക്കാൻ മറന്നു പോകുന്നു, അവരോട് സംസാരിക്കാൻ മറന്നു പോകുന്നു. തുറന്നു പറയുന്ന ശീലം ഇല്ലാതാകുന്നു നമ്മുടെ കുടുംബങ്ങളിൽ. എന്തെങ്കിലും കുറ്റങ്ങൾ സംഭവിച്ചാൽ അത് പറയാനുള്ള മടി നമ്മൾ കാണിക്കുന്നു, ഒളിച്ചു വയ്ക്കുവാൻ ആരംഭിക്കുന്നു, പലതും മറച്ചു വയ്ക്കുവാൻ ആരംഭിക്കുന്നു. അവിടെയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്ത് കുറവുകളുണ്ടെങ്കിലും മക്കളെ, നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളെ ഉൾക്കൊള്ളുന്നത് പോലെ ഇനി ഒരാളും ഈ ദൈവം പോയിട്ട് ഒരാളും ഈ ലോകത്തിൽ നിങ്ങളെ ഉൾക്കൊള്ളത്തില്ല. എത്ര വലിയ തെറ്റ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു അപ്പനും അമ്മയും നിങ്ങൾക്കുണ്ടെങ്കിൽ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കുവയ്ക്കുന്നവരുണ്ടെങ്കിൽ, അതുപോലൊരു കൗൺസിലർ ഈ ലോകത്ത് വേറെ ആരുമില്ല. കോളേജിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇപ്പം പ്രായപരിധിയൊന്നും ഇല്ലല്ലോ. ഒരു കുട്ടി വന്ന് ഒരു ആൺകുട്ടിയോടോ പെൺകുട്ടിയോടോ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ ഫസ്റ്റ് റെസ്പോൺസ്? ഒരു പെൺകുട്ടി പയ്യനോടോ പയ്യൻ പെൺകുട്ടിയോടോ, ഇപ്പം അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, ആരും ആരോടും പറയും. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം പോയി നിങ്ങൾ ആരോട് പറയും? ആരോട് പറയണം? വീട്ടിൽ പോയി പറയണം. അങ്ങനെയുള്ള ഒരു അടുപ്പം നിങ്ങൾക്കുണ്ടായിരിക്കണം. പപ്പ, അമ്മ, ഇന്ന് ഒരു പയ്യനെൻ്റെ സോ ആൻഡ് സോ, നിങ്ങൾക്കറിയാം അത് പറയാൻ. വേറെ ആരോടും പോയി പറയരുത്. വീട്ടിലുള്ള അപ്പനോടും അമ്മയോടും പോയി അത് ഷെയർ ചെയ്യണം. അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും. ഈ ഇടയ്ക്ക് ഒരു പെൺകുട്ടിയായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ ഒരു ടെസ്റ്റ് മണി ഇതാണ്. കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ ഒരു പയ്യൻ ആ കുട്ടിയെ ഫോൺ ചെയ്തു. ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി ഓക്കെ പറഞ്ഞിട്ട് ആ പയ്യൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് ഈ പെൺകുട്ടി ചെയ്തത് എന്തുവാണെന്ന് അറിയാമോ? ഫോൺ വീട്ടിൽ വിളിച്ചിട്ട് എടാ ഒന്ന് പപ്പയോടോ അമ്മയോടോ ഒന്ന് പറയടേ എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയ്ക്ക് ഫ്രീഡം ആ കുട്ടി എന്നോട് പറഞ്ഞു. ഇന്ന് ഉയർന്ന നിലയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടി എന്നോട് പറഞ്ഞതാണ്, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ഇടയിലുള്ള സ്നേഹത്തിൻ്റെ കണ്ണികൾ പലപ്പോഴും അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മോട് ആരെന്ത് പറഞ്ഞാലും, ഞാൻ എൻ്റെ മക്കളോടും പറയുന്ന അതാണ്, അവരെന്നോട് പറയുകയും ചെയ്യും. എൻ്റെ മോനും പറയും, മോളും പറയും, ഞങ്ങളവരോട് ചോദിക്കുകയും ചെയ്യും. ഞാൻ തുറന്ന് ചോദിക്കും, മക്കളെ നിനക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടോ? വല്ലപ്പോഴും ചോദിക്കണം കേട്ടോ. നമ്മളിതൊക്കെ പാപമെന്ന് വിചാരിച്ചിരിക്കരുത്. ആരെങ്കിലും നിന്നെ കാണുമ്പോൾ ചിരിക്കാറുണ്ടോടാ? കൂടുതൽ ഞാനിങ്ങനെ ചോദിക്കും പിള്ളേരോട്. ആ ഒരു ആവലാതി കൊണ്ടല്ല, അവരോടുള്ള ഫ്രീഡം കൊണ്ട് ഞാൻ ചോദിക്കും. അവർ തുറന്നെല്ലാം പറയും. ആ ഒരു ഫ്രീഡം നമുക്ക് വേണം.
പരസ്പരം സ്നേഹിക്കുക. സ്വയം ഞാൻ എന്നെ തന്നെ, എനിക്ക് കഴിയും, എനിക്ക് തീരുമാനമെടുക്കാൻ കഴിയും, ഞാനൊരു ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്നുള്ള ഒരു ഉറപ്പ്, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ പിന്നെ ഒരു ശക്തിക്കും ഒരവനോ ഒരെവനോ ഒരാർക്കും നമ്മെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ദൈവം കൂടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം കൂടെ ഉണ്ട്. ആ ദൈവം കൂടെ ഉണ്ട്. പരസ്പരം സ്നേഹിക്കുക. മൂന്നാമത്തത്, ഡു സംതിങ് ഫോർ ക്രൈസ്റ്റ്. സ്വന്തമായി ഉറപ്പുള്ള തീരുമാനമെടുത്ത് സ്വയം സ്നേഹിക്കുവാൻ തുടങ്ങുന്ന ഒരാളിന് മാത്രമേ യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ. ഡു സംതിങ് ഫോർ ക്രൈസ്റ്റ്. ഞാൻ പറയുന്ന വാക്ക് ഇതാണ്. ഡു സംതിങ് ഫോർ ക്രൈസ്റ്റ്, ലോസ് സംതിങ് ഫോർ ക്രൈസ്റ്റ്. ലോസ് സംതിങ് ഫോർ ക്രൈസ്റ്റ്. കാരണം മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങളുടെ വെളിച്ചം, ബാക്കി എന്തുവാ, അവരുടെ മുൻപിൽ പ്രകാശം. അതൊരു മിഷൻ വേർഡാണ്. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ. ഈ അവരെന്ന് പറയുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ല, അത് ദൈവം തരുന്നതാണ്. അതാണ് റിയൽ മിഷൻ വർക്ക് എന്ന് പറയുന്നത്. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ നിങ്ങളുടെ വെളിച്ചം ഈ ഏരിയയിൽ പ്രകാശിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പ്രകാശിക്കട്ടെ. അത് പറഞ്ഞിട്ടുണ്ട്, വീട്ടിലും അയൽ രാജ്യത്തും അപ്പുറത്തും ലോകത്തിൻ്റെ അറ്റത്തോളം പോകണം. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ. അവിടെ പറയുന്നത് ആരെന്ന് പറഞ്ഞിട്ടില്ല, ദൈവം ആരെന്ന് പറയുന്നോ അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പറയുന്നവരുടെ അടുക്കൽ പോയി. ഞാൻ 2003 തൊട്ട് മിഷണറി ആയതുകൊണ്ട് മിഷൻ ഫീൽഡിൽ അനുഭവിക്കുന്ന ഒരുപാട് കഷ്ടതകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ജനിച്ചു വീണ കുഞ്ഞിന് മരിച്ചു പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കൊറോണ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ ചുറ്റുപാടുമുള്ള ഒരുപാട് പേര് മരണം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. കൊറോണ വന്ന ആളിന് വേണ്ടി അവസാനം പ്രാർത്ഥിക്കേണ്ടി വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നു, 3-ാമത്തെ ദിവസം കൊച്ചമ്മയ്ക്ക് വന്നു. ഓക്സിജൻ ഡെഫിഷ്യൻസിയുടെ ടൈമായിരുന്നു. 180 കിലോമീറ്റർ ഒരു സിങ്കിങ് സ്റ്റേജിൽ ഞാനും കൊച്ചമ്മയും മാത്രം, വേറെ ആരും വണ്ടി ഓടിച്ച് മധ്യപ്രദേശിൽ നിന്ന് മഹാരാഷ്ട്ര പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ റൂമില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു RSV എന്ന് പറഞ്ഞു 1 മിനിറ്റ് മെസ്സേജിൻ്റെ ആൾ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പിന്നെ എന്നെ കൊണ്ടുവന്ന് സ്റ്റേജ് ചെയ്യിപ്പിച്ച് അങ്ങനെയാണ് ദൈവം ഞങ്ങളെ രക്ഷപ്പെടുത്തിയെടുത്തത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഡു സംതിങ് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി ഈ ഏറ്റവും ചെറിയവന് നിങ്ങൾ ചെയ്തത് ആർക്ക് ചെയ്തതാണ്? യേശുവിന് വേണ്ടി ചെയ്തത്. സമൂഹത്തിൽ ഏറ്റവും ചെറിയവന് വേണ്ടി ചെയ്തതാണ് നമ്മൾ യേശുവിന് വേണ്ടി ചെയ്തത്. ലൂക്കോസ് 10:30 മുതൽ 37 വരെ വായിക്കുമ്പോൾ, എ നോർമൽ ട്രാവലർ ബിക്കം ദ ഗുഡ് സമരിറ്റൻ. ഒരു നോർമൽ സമരിറ്റൻ എങ്ങനെയാണ് ഒരു ഗുഡ് സമരിറ്റനായി മാറിയത്? അത് അവൻ ചില കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ്. ഒരു സാധാ വഴിയാത്രക്കാരനെ നോക്കി യേശു വിളിക്കുന്നു നല്ല ശമരിയാക്കാരൻ. ഇന്ന് ഈ പ്രഭാതത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കും, നിങ്ങൾ ഉൾപ്പെടുന്ന പള്ളിയിൽ നിങ്ങളോട് ഏറ്റവും നല്ല വ്യക്തിയെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവാ എന്ന് ഞാനൊന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം കൊണ്ടുവരുന്ന വ്യക്തിയുടെ സ്വഭാവ വിശേഷത എന്തായിരിക്കും? നിങ്ങളുടെ പള്ളിയിലെ ഏറ്റവും നല്ലവനായ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ക്രൈറ്റീരിയയിട്ടാണ് ആ വ്യക്തിയെ നല്ലവൻ അല്ലെങ്കിൽ കെട്ടവൻ എന്ന് വേർതിരിച്ച് നിങ്ങളുടെ മനസ്സിനകത്ത് കൊണ്ടുവരുന്നത്? യേശു ഇവിടെ ഒരു മനുഷ്യനെ നോക്കി നല്ല ശമരിയക്കാരൻ എന്ന് വിളിച്ചു. ഇവിടെ പറയുന്നത് ദ പ്രസൻസ്, അവിടെ ആ ഒരൊറ്റ വാക്യം 37-ാമത്തെ വാക്യം, അരികിൽ ചെന്നു. ദ പ്രസൻസ് ഓഫ് സമറിറ്റൻ, മനസ്സലിഞ്ഞു, കമ്പാഷൻ ഓഫ് സമറിറ്റൻ. ഷെയറിങ്, പകുത്ത് നൽകി, ഷെയറിങ് ഓഫ് സമറിറ്റൻ. മുറിവുകളെ കെട്ടി, ദ സർവീസ് ഓഫ് സമറിറ്റൻ. രക്ഷ ചെയ്തു, സാൽവേഷൻ പ്രോസസ് ഓഫ് സമറിറ്റൻ. ഇതാണ് ഡു സംതിങ് ഫോർ ക്രൈസ്റ്റ്. ഈ സാധാരണ ഒരു മനുഷ്യനെ യേശു നല്ല ശമരിയാക്കാരൻ എന്ന് വിളിക്കാനുള്ള 5 പ്രധാനപ്പെട്ട കണ്ടന്റ് ഒറ്റ വാക്യത്തിനകത്ത് തന്നെ ഉണ്ട്. നമുക്കൊരുപാട് സാധ്യതകളുണ്ട്. ഈ കഥയിൽ 4-5 ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ ആരിൽപ്പെടും? ഇതിനകത്ത് പുരോഹിതൻ്റെ സ്ഥാനത്ത് പെടുമോ? ലേവ്യൻ്റെ സ്ഥാനത്ത് പെടുമോ? കൊള്ളക്കാരൻ്റെ സ്ഥാനത്ത് പെടുമോ? സത്ര ഉടമയുടെ സ്ഥാനത്ത് പെടുമോ? അതോ ശമരിയാക്കാരൻ്റെ സ്ഥാനത്തിൽ വരുമോ? 41-ാമത് സഭ
കൺവെൻഷൻ, ഈ കൂടാരത്തിൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന നിങ്ങൾ ഇന്ന് തീരുമാനിക്കണം, ഞാൻ ഏതിൽ ആയിത്തീരണമെന്ന്, ഞാൻ ഏതിൽ പെടണമെന്ന് തീരുമാനിക്കണം. വീണ് കിടക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലുമുണ്ട്. വീണ് കിടക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, സ്പിരിച്വലി തകർന്നുപോയ ഒരുപാട് പേര് നമ്മുടെ മധ്യയുണ്ട്. അവരുടെ അടുക്കൽ പോയി ഇരിക്കുവാൻ, ദ പ്രസൻസ്. നമുക്കിന്നൊരു അവധി ദിവസം വന്നാൽ നമ്മൾ എങ്ങനെയാണ് അത് ചെലവാക്കുന്നത്? ഒരു അവധി ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യും. നമ്മുടെ എത്ര കുഞ്ഞുങ്ങളെ ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി അവധി ദിവസം ചെലവാക്കാറുണ്ട്? അല്ലെങ്കിൽ എത്ര പേരെ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ, കുഞ്ഞുങ്ങളെ കൊണ്ട് സഹായം ചെയ്യിപ്പിക്കുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? എനിക്കറിയത്തില്ല, കാണുമായിരിക്കാം. പലപ്പോഴും നമ്മൾ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് അത് നമ്മൾ തന്നെ ചെയ്തങ്ങ് സാറ്റിസ്ഫൈ ചെയ്യാണ്. നമ്മുടെ മക്കൾക്ക് അതിന് അനുവദിക്കത്തേയില്ല. ഒരു മരണ വീട്ടിൽ മക്കളെ പലരും, ഇവിടെ എനിക്കറിയത്തില്ല, മരണ വീട്ടിൽ കൊച്ചു മക്കളെ കൊണ്ടുപോകത്തില്ല. നീ വരണ്ട, പേടിക്കും. അത് വേറെ ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ മാത്രം പോയി തൃപ്തി അടയുന്ന ഒരു പ്രത്യേക സാഹചര്യം. വീണ് കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. പുസ്തകം വായിച്ച് അറിവ് നേടുന്നതിനേക്കാൾ മനസ്സ് വായിച്ച് അറിവ് നേടിയാൽ ഒരുപാട് വിങ്ങലുകൾ, അത് അറിവ് മാത്രമേ കിട്ടൂ, ഇത് അനുഭവം കൂടെ കിട്ടും. അടുത്തിരിക്കുന്ന സഹോദരൻ്റെ മനസ്സ് വായിക്കാൻ കഴിയാതെ വിലയേറിയ പുസ്തകങ്ങൾ വായിച്ച് അതിൻ്റെ അറിവ് നേടിയിട്ട് എത്ര കണ്ട് പ്രയോജനമുണ്ട് എന്ന് എനിക്കറിയത്തില്ല. ഡു സംതിങ് ഫോർ ക്രൈസ്റ്റ്. ഏറ്റവും ചെറിയവന് ചെയ്യുന്നതാണ് എനിക്ക് ചെയ്തതെന്നാണ് യേശു പറഞ്ഞിട്ടുള്ളത്. 100 അനുഭവങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഡോക്ടേഴ്സിനോ എൻജിനീയേഴ്സിനോ പഠിപ്പിക്കുന്ന പാരൻസോ പഠിപ്പിക്കുന്ന മക്കളെ നിങ്ങൾക്ക് എത്ര പേർക്ക് താല്പര്യമുണ്ട് ഒരു 6 months ഏതെങ്കിലും ഒരു ഫീൽഡിൽ പോയി ഞാൻ പഠിച്ചു തീർന്നിട്ട് ഞാനൊരു മിഷണറിയായി വർക്ക് ചെയ്യാം? അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തീരുമാനിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ ഒരു മെഡിക്കൽ കോളേജ് കാരക്കോണത്തുണ്ട്. ഞാനൊരു ആവശ്യവുമായിട്ട് അവിടെ പോയപ്പോൾ അവിടുത്തെ ചാപ്ലൈനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ചില ആഴ്ചകൾക്ക് മുമ്പാണ്. അപ്പോൾ അച്ഛൻ ഞാൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ മിഷണറിമാരായിട്ട് പോകാൻ പിള്ളേർ വില്ലിങ് ആണോ? അപ്പം അച്ഛൻ ഒരു സങ്കടത്തോടെ പറഞ്ഞ ഒരു കാര്യം, അച്ഛാ, ഒരേ ഒരു പയ്യൻ മാത്രം മനസ്സ് കാണിച്ച് പഠിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാം അവരുടേതായ കുറേ മോട്ടീവുകളാണ്. ഒരേ ഒരു സ്റ്റുഡൻറ്റ് മാത്രമേ എനിക്കൊരു മിഷണറിയായി വർക്ക് ചെയ്യണമെന്ന് പറയുന്നുള്ളൂ. 100 കണക്കിന് കുട്ടികൾ പഠിക്കുന്ന കോളേജിൽ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ നിങ്ങൾ ഇന്ന് തീരുമാനിക്കണം. ലൈഫ് ടൈം മിഷണറി ആണോ എന്ന് ഞാൻ പറയുന്നില്ല. പാർട്ട് ടൈം മിഷണറി ആകാം. ഒരു ചെറിയ സമയത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരു മെഡിക്കൽ ക്യാമ്പെങ്കിലും നടത്താൻ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫീൽഡിൽ പോകണം. അറ്റ്ലീസ്റ്റ് നമ്മൾ കൊടുക്കുന്ന പാരസിറ്റമോൾ ഗുളികയ്ക്ക് വലിയ മിറക്കിൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പെട്ടിക്കണക്കിന് പാരസിറ്റമോൾ കഴിച്ചാൽ നമ്മുടെ വേദന മാറത്തില്ല. പക്ഷേ നമ്മെക്കാളും വലിയ വേദനയോടെ വരുന്ന മിഷൻ ഫീൽഡിലെ ഒരു വ്യക്തി ജസ്റ്റ് ഒരു പാരസിറ്റമോൾ, ഒരു ഡോക്ടർ ട്രീറ്റ് ചെയ്തിട്ട് ഒരു പാരസിറ്റമോൾ ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന സൗഖ്യമെന്ന് പറയുന്നത് ദൈവത്താൽ നടക്കുന്നതാണ്. ഹല്ലേലൂയ. നമ്മുടെ എത്ര മക്കൾ പോകാൻ തയ്യാറുണ്ട്? ഞാൻ ചോദിക്കട്ടെ, എത്ര അപ്പനമ്മമാർ ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഒരു മിഷണറിയായി മാറണമെന്ന്? ഒരു ചോയ്സും വയ്ക്കരുത്. അത് സേഫ് സോൺ ആകാം, ഡേഞ്ചർ സോൺ ആകാം. എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഒരു മിഷണറി, ആ പദം തന്നെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം. ഒരു മിഷണറിയായി മാറണമെന്ന് ആഗ്രഹിച്ച് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന എത്ര മാതാ, ഞാൻ കൈവെക്കാനൊന്നും പറയുന്നില്ല, ഇല്ലെങ്കിൽ അതിൻ്റെ കാലം കഴിഞ്ഞു. ഇന്നിട്ടേക്കുന്ന നല്ല വെള്ള വസ്ത്രം, നല്ല മനോഹരമായ വസ്ത്രങ്ങൾ, നമ്മൾ താമസിക്കുന്ന കെട്ടിടം, നമ്മൾ ആരാധിക്കുന്ന ഈ ആലയത്തിൻ്റെയൊക്കെ മുൻപിലിരുന്ന് മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാതെ നമുക്ക് എന്ത് ചെയ്യാനാണുള്ളത്? ഹെൻറി ബേക്കർ വന്ന് ജീവൻ നൽകി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആരോഗ്യവും ചിലവഴിച്ച ഈ മണ്ണിലിരുന്നു കൊണ്ട് എത്ര അപ്പനമ്മമാർ പ്രാർത്ഥിക്കുന്നു, എൻ്റെ കുഞ്ഞ് ഒരു മിഷണറിയാ. അതിനപ്പുറത്തൊരു ചോയ്സും വയ്ക്കരുത്. ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയുകയാണ്, ഒരു മിഷണറി എന്ന പദം. പക്ഷേ അതിന് ഒരുപാട് മാനങ്ങളുണ്ട്.
നമ്മൾ കുറച്ച് ഇടുങ്ങിയ ചിന്താഗതി, നമ്മൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ മിഷണറി എന്ന് പറഞ്ഞാൽ സോ ആൻഡ് സോ, അല്ലെങ്കിൽ ഇന്നതാണ്. പക്ഷെ അതല്ല. ഒരു മിഷണറി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൺസെപ്റ്റിൽ അതൊരു ബ്രോഡർ സെൻസാണുള്ളത്. അതൊക്കെ വലിയ ഒരുപാട് സമയം പറയാനുള്ള കാര്യങ്ങൾ. ഒരു മിഷണറി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുൻപിൽ ദൈവമേ, എൻ്റെ കുഞ്ഞിനെ ഞാനൊരു മിഷണറിയായി സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന, എൻ്റെ പപ്പായും അമ്മയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ഒരു വശം മുഴുവനും ഉണങ്ങിപ്പോയ ഒരുത്തനാണ് ഞാൻ. എൻ്റെ കൈ ഉയർത്തില്ല, കാലുയർത്തില്ല എന്ന് ഡോക്ടേഴ്സ് എല്ലാം വിധി എഴുതിയ ആളാണ്. ഉണങ്ങിപ്പോയ ആളാണ്. എൻ്റെ ചുണ്ടിങ്ങനെ ഒരു വശത്തോട്ട് കോട്ടിപ്പോയ ആളാണ്. എൻ്റെ വലത് കാലിൽ ചെരുപ്പിടാൻ പറ്റാത്ത ഇരുന്ന ആളാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ രാത്രിയിലൊക്കെ എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻ്റ് ഇല്ല, റിയാക്ഷനായി തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ രാത്രിയിൽ എണീക്കുമ്പോൾ കാണുന്ന എൻ്റെ പപ്പയും അമ്മയും കൈ കോർത്ത് പിടിച്ച് നിന്ന് കരയും. അപ്പാ, എൻ്റെ മകനെ, എൻ്റെ കുഞ്ഞിനെ ഞാൻ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. അവൻ ആരോഗ്യത്തോടെ ചെയ്യണം. എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ, ആരോഗ്യത്തോടെ ചെയ്യണം. ആ പ്രാർത്ഥനയാണ് ഇന്ന് ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. നമ്മളിന്ന് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒരുപാട് റിട്ടേൺ, ഞാൻ ആദ്യം പറഞ്ഞതാണ്, ഒരുപാട് നമുക്ക് തിരികെ കിട്ടും. എത്രത്തോളം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നോ അത്രത്തോളം. ഞാൻ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് മിഷൻ ഫീൽഡിലായാലും എവിടെയായിരുന്നാലും അങ്ങനെ കരയേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. ഡു സംതിങ് ഫോർ ക്രൈസ്റ്റ്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു നോർമൽ ക്രൈറ്റീരിയ അല്ല, കുറച്ചുകൂടെ ഡെപ്തിലോട്ട് ഇറങ്ങിപ്പോണം, തൻ്റെ ഇടത്തോടെ ഇറങ്ങിപ്പോണം. ഒന്നും സംഭവിക്കില്ല എന്നുള്ളതിന് സാക്ഷി ഞാനാണ്. നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുടുംബമല്ല, നിങ്ങളുടെ ദേശമല്ല, നിങ്ങളുടെ സഭ ആ കുഞ്ഞിലൂടെ അനുഗ്രഹിക്കപ്പെടും. അതിന് എത്രയോ അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. ധൈര്യം വേണം. ഉറപ്പോടെ പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്ക്. ആ നിമിഷം മുതൽ സിറ്റുവേഷൻ ചേഞ്ച് ആയി തുടങ്ങും. ആ നിമിഷം മുതൽ മക്കളെ, നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനി ആരെതിർത്താലും ഞാൻ ആ വാക്കേ പറയത്തുള്ളൂ. ഞാൻ എഴുതി വച്ചിട്ടുള്ള ഈവൻ യുവർ പാരൻസ്. എൻ്റെ പപ്പ എതിർത്ത ഒരാളാണ്. എന്നോട് ചോദിച്ചു, നിനക്ക് ഇവിടെ ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പപ്പ എനിക്ക് പോകണം. ഞാൻ 2003 പോകാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പോൾ പപ്പ എനിക്ക് വേണ്ടി വേറെ 2 സെൻറ്റൻസ് പ്രാർത്ഥിച്ചിട്ട് പപ്പ പൊട്ടിക്കരഞ്ഞു. പ്രാർത്ഥിക്കാൻ പറ്റിയില്ല അത്രയ്ക്ക്. കാരണം എൻ്റെ പപ്പയുടെ രോഗാവസ്ഥ, പപ്പ ഷുഗർ ഹൈ, അപ്പോഴും 500-550 ഒക്കെ ആയിരുന്നു. അമ്മ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ആസ്മ പേഷ്യൻ്റാണ്. പപ്പയെ ആഴ്ചയിലൊരിക്കൽ കൊണ്ടുപോകണം, അമ്മയെ ആഴ്ചയിലൊരിക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അത് എൻ്റെ ഡ്യൂട്ടിയാണ്. എൻ്റെ അനുജനപ്പോൾ സെമിനാരി പഠിക്കുന്ന സമയം അവർ കരഞ്ഞത് ഒരു പരിധിവരെ ഞാൻ ഇവിടെ വിട്ടു പോകുന്നു എന്നുള്ള കാര്യം. രണ്ടാമത്, ഞങ്ങളെ ആരിനി ആശുപത്രി കൊണ്ടുപോകും, ആ വേദന. ഞാൻ ആന്ധ്രയിൽ പോയി 1 മാസം ഞാൻ വിളിച്ചില്ല വീട്ടിൽ. 1 മാസം ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ എൻ്റെ പപ്പയും അമ്മയും വിട്ടിട്ട് മിഷൻ ഫീൽഡിൽ വന്നതുകൊണ്ട് ഒരുപാട് എന്നെ കളിയാക്കി, ഒരുപാട് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ കളിയാക്കി. നീ ഈ അടുത്ത കാലത്ത് എന്നോട് ഒരു അച്ഛൻ ചോദിച്ചതാണ്, എൻ്റെ ഡയോസിലുള്ള ഒരു അച്ഛൻ ചോദിച്ചു, നിൻ്റെ അപ്പനെയും അമ്മയും നോക്കാതെ നീ എന്ത് മിനിസ്ട്രിയിടാണ് ഈ മിഷൻ ഫീൽഡിൽ പോയി ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. ഞാൻ ഒന്നും മറുപടി പറഞ്ഞില്ല. കാരണം എൻ്റേതല്ല അതിൻ്റെ മറുപടി അത് ദൈവത്തിൻ്റേതാണ്. ഞാൻ അങ്ങനെ ചോദിക്കുന്നിടത്തൊന്നും മറുപടി പറയത്തില്ല. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഡു സംതിങ് ഫോർ ക്രൈസ്റ്റ്. കുഞ്ഞുങ്ങൾ മരിക്കുന്ന ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരു ഗർഭിണിയായ പെൺകുട്ടി ആശുപത്രി കൊണ്ടുവന്നു. ആ പെൺകുട്ടി അവിടുത്തെ, ഞാൻ ആന്ധ്രയിൽ ഇരുന്നപ്പോഴാണ്, 2003-2010 സമയത്തൊക്കെ ഉള്ള കാലഘട്ടങ്ങളാണ്. കാളവണ്ടിയിൽ കൊണ്ടുവരും പൂർണ്ണ ഗർഭിണിയായ പെൺകുട്ടിയെ. ആശുപത്രിയിൽ ഒരു ബണ്ട, കല്ലിൻ്റെ ഒരു ഷീറ്റ്, സ്റ്റോൺ ഷീറ്റാണ് അവിടെ ഡെലിവറി ടേബിൾ. അതിൻ്റെ പുറത്ത് കിടത്തും. കുറച്ച് കഴിയുമ്പോൾ പ്രസവിക്കും. ആ കുഞ്ഞിനെ ഒന്ന് ക്ലീൻ ചെയ്ത് ആ കുട്ടിയെ ഒന്ന് എണീറ്റിരിക്കാൻ സമയമാകുമ്പോൾ കുട്ടിയെ എടുത്തുകൊണ്ട് വീട്ടിൽ പോകും. ഇതാണ് ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സുരക്ഷകളും ട്രീറ്റ്മെൻറ്റുകളും കെയറും ഒക്കെ. വരുന്നതിൻ്റെ അന്ന് തന്നെ ആ കൊച്ചിനെയും എടുത്തുകൊണ്ട് അടുത്ത കാളവണ്ടിയിലോ നടന്ന് അവരങ്ങ് പോകും. ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു, ഒരു പെൺകുട്ടി, അവൾ കുഞ്ഞിനെ പ്രസവിച്ചു. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന് ബ്രീത്തിങ് ഇല്ല എന്ന് അവിടുത്തെ RMB ഡോക്ടേഴ്സാണ്, MBBS കഴിഞ്ഞ ഡോക്ടേഴ്സൊന്നുമല്ല, RMB ഡോക്ടേഴ്സ്, അതായത് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷ്യൻ. ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് പോയി കുറച്ച് പ്രാക്ടീസ് ആകുമ്പോൾ അവർക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ അവർ സർട്ടിഫിക്കറ്റ് കൊടുക്കും, ഗ്രാമത്തിൽ പോയി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി. അവരാണെങ്കിൽ ഇന്നും ഗ്രാമത്തിലുള്ള, നമുക്ക് ഒരു പനി വന്നാൽ, ഒരു ജലദോഷം വന്നാൽ നമ്മൾ ആരുടെ അടുത്ത് പോവുള്ളൂ? സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറെ അടുത്തേ പോവുള്ളൂ. അവിടെ ദർ ഈസ് നോ ചോയ്സ്. അതുകൊണ്ട് ഹീലിംഗ് എന്ന് പറയുന്നത് അൺലിമിറ്റഡാണ്. ഹല്ലേലൂയ.
ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. മഴ കൂടുതലാണ്, ചൂട് കൂടുതലാണ്, തണുപ്പ് കൂടുതലാണ്, പൊടി കൂടുതലാണ്, എല്ലാം കൂടുതലാണ്. ഫൈനലി അനുഗ്രഹവും കൂടുതലാണ്. ഹല്ലേലൂയ. അനുഭവിച്ചിട്ടുണ്ടോ? നമുക്ക് എത്ര മക്കളെ, നിങ്ങൾക്ക് എത്ര പേർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുണ്ട്? ഞാൻ വിചാരിക്കുന്നു ദൈവം ഇന്ന് പലരെയും അതിനുവേണ്ടി തിരഞ്ഞെടുക്കും. ആ കുഞ്ഞിനെ ചില സമയം കഴിഞ്ഞപ്പോൾ വന്ന് പറഞ്ഞു, ആ കുഞ്ഞിന് ബ്രീത്തിങ് ഇല്ല എന്ന് പറഞ്ഞു. ഈ ഡോക്ടർ നല്ല മുറുക്കാൻ ചവയ്ക്കുന്ന ഒരാളാണ്, കോളാമ്പി ഡോക്ടറാണ്. വാക്യകത്ത് എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു കിടക്കും അദ്ദേഹത്തിൻ്റെ തുപ്പൽ. ഇദ്ദേഹം ആ കുഞ്ഞിന് ബ്രീത്തിങ് കൊടുക്കാൻ പോയപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുവാണ്, പുറത്തിറങ്ങി ഒന്ന് തുപ്പിയിട്ട് അതുപോലെ പോയി. കുഞ്ഞിനെ ഇങ്ങനെ കൈയും കാലും ഒക്കെ എടുത്ത് ഇങ്ങനെ തലകുത്തനെ പിടിച്ചിട്ടുണ്ട്, കുടഞ്ഞിലൊക്കെ കുടഞ്ഞിട്ട് ആ ബണ്ടയുടെ പുറത്ത്, ആ സ്റ്റോണിൻ്റെ പുറത്ത് കിടത്തിയിട്ട് ആ കുഞ്ഞിൻ്റെ വായോട് ചേർത്ത് ഇങ്ങനെ ബ്രീത്തിങ് കൊടുക്കുകയാണ്. വാക്യകത്തുള്ള പാക്കും പരാഗും എല്ലാം അതുപോലെ കിടപ്പുണ്ട്, തുപ്പൽ മാത്രം കളഞ്ഞു. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ കൊച്ച് പെട്ടെന്നൊന്ന് ബ്രീത്ത് ചെയ്തു. അതോടുകൂടെ സ്റ്റോപ്പ് ചെയ്തു, ആ ശ്വാസം നിലച്ചു. പിന്നത്തേതിലാണ് മനസ്സിലാക്കിയത്, അദ്ദേഹത്തിൻ്റെ വാക്യകത്തുനിന്ന് ഒരു കഷ്ണം പാക്ക് ആ കുഞ്ഞിൻ്റെ ശ്വാസനാളത്തിൽ പോയി. അവിടെ വെച്ച് കൊച്ച് ഡെത്തായി. ആരും ചോദിച്ചില്ല, ആ അമ്മ മാത്രം ഒന്ന് കരഞ്ഞു. ആ കൊച്ചിനെ കൊടുത്ത രംഗമൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. തൂക്കിയെടുത്ത് അമ്മയുടെ കൊടുത്തു, അവർ കൊണ്ടങ്ങ് പോയി. ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഞാൻ അതാ പറഞ്ഞ 6 മാസമെങ്കിൽ മക്കളെ 6 മാസം നിങ്ങളെ ദൈവത്തെ പോലെ കൊണ്ട് നടക്കും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നിങ്ങളുടെ മക്കളെ ദൈവമായിട്ട് കാണാൻ ആഗ്രഹിക്കാത്ത എത്ര മാതാപിതാക്കളുള്ളത്? നിങ്ങളുടെ മക്കൾ ദൈവമായി തീരണമെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ അവരെ പറഞ്ഞേക്കും. അവരെ ദൈവത്തെ പോലെ അവർ കണക്കാക്കും, കാണും, ദൈവത്തെ പോലെ നോക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഓപ്പണായിട്ട് പോയി സുവിശേഷം പറയുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഠിനമാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഡു സംതിങ് ഫോർ ക്രൈസ്റ്റ്. വീണ് കിടക്കുന്നവനെ നോക്കി ചിരിച്ചോണ്ട് മാറിപ്പോകാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അർത്ഥപ്രാണനായി കിടക്കുന്നവനെ നോക്കി കമൻ്റ് അടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് ലൈക്ക് ഇടാൻ വേണ്ടി അല്ല ദൈവം നമ്മെ വിളിച്ചേക്കുന്നത്. ആർക്ക് ധൈര്യമുണ്ട് ഇറങ്ങി പുറപ്പെടാൻ? അല്ലെങ്കിൽ എത്ര അപ്പനമ്മമാർ ഇന്ന് ധൈര്യത്തോടെ പറയും, യേശുവേ അപ്പാ, എൻ്റെ കുഞ്ഞിനെ ഞാനിതാ നിൻ്റെ കയ്യിലേക്ക് വിട്ടുതരുന്നു. ആ കയ്യിലേക്കൊന്ന് കൊടുത്താൽ മാത്രം മതി. ചങ്കൂറ്റമുണ്ടോ, ഉറപ്പുണ്ടോ നിങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് വിട്ടുകൊടുക്കാൻ യേശുപ്പന് വേണ്ടി? നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു സർക്കിളിനകത്തിട്ടിങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് വയ്ക്കുവാണ്, അത് വേണം, ഇത് വേണം, ഇത് വേണോ എന്നൊക്കെ. എത്ര പേർക്ക് ഉറപ്പുണ്ട്, കർത്താവേ എൻ്റെ കുഞ്ഞിനെ നിൻ്റെ കയ്യിലേക്ക് ഞാനിതാ തരുന്നു എന്ന് പറയുവാൻ? ചിലത് പകുത്ത് നൽകുമ്പോഴാണ് അവിടെ പുതിയ ജീവൻ ഉണ്ടാകുന്നത്. മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ബാക്കി ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ തുടർന്ന് പറയാമെന്ന് ആഗ്രഹിക്കുന്നു. സ്വന്തമായി തീരുമാനം എടുത്തിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. പരസ്പരം സ്നേഹിക്കണം. യേശുവിനു വേണ്ടി അഥവാ സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിലുള്ള മനുഷ്യന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.